ഹായ് ഹലോ വെൽക്കം ടു SC മലയാളി. അപ്പോൾ നമ്മൾ ആൻഷ്യൻറ്റ് ഇന്ത്യയുടെ കംപ്ലീറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കഴിഞ്ഞ് നമുക്ക് സെക്കൻഡ് അല്ലേ രണ്ടാമത്തെയാണ് നമ്മുടെ മിഡീവൽ ഇന്ത്യയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മിഡീവൽ ഇന്ത്യയുടെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അത് മാത്രമല്ല അതുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ട കുറേ ഫാക്ട്സ് നമുക്ക് ഈ സെക്ഷനിൽ അല്ലെങ്കിൽ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഫസ്റ്റ് വൺ, which of the following universities was founded by പാലാ റൂളേഴ്സ്? പാലാ റൂളേഴ്സ് ഫൗണ്ട് ചെയ്ത യൂണിവേഴ്സിറ്റി ഏതാണെന്ന് അല്ലേ നമ്മൾ ആൻഷ്യൻ ഇന്ത്യയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, വിക്രംശില യൂണിവേഴ്സിറ്റി ആൻഡ് എന്താണ് നളന്ദ യൂണിവേഴ്സിറ്റി. അതിനകത്ത് കുമാരഗുപ്തയാണെന്ത് നളന്ദ യൂണിവേഴ്സിറ്റി ഫൗണ്ട് ചെയ്തത്. ഇനി വിക്രംശില യൂണിവേഴ്സിറ്റി ആണെന്ത് പാലാ റൂളേഴ്സ്. ഓക്കെ, പാലാ റൂളേഴ്സായ ധർമ്മപാല. ഓക്കെ, ധർമ്മപാലയാണെന്ത് ഈ വിക്രംശില യൂണിവേഴ്സിറ്റി ഫൗണ്ട് ചെയ്ത്. ഇതിനകത്ത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളാണിത് മഹിപാല എന്നറിയപ്പെടുന്നത് കേട്ടോ, മഹിപാല. ഓക്കെ, അപ്പോൾ നളന്ദ യൂണിവേഴ്സിറ്റി ഫൗണ്ട് ചെയ്തതാണ് നളന്ദ യൂണിവേഴ്സിറ്റി ഫൗണ്ട് ചെയ്ത് കുമാരഗുപ്തയാണ്, കുമാരഗുപ്ത. ഓക്കെ, നളന്ദ യൂണിവേഴ്സിറ്റി വാസ് ഫൗണ്ടഡ് ബൈ കുമാരഗുപ്ത ആൻഡ് ധർമ്മപാല, അതായത് പാലാ റൂളേഴ്സിലെ ധർമ്മപാല എന്താണ് വിക്രംശില യൂണിവേഴ്സിറ്റി ഫൗണ്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദ പാല ഡൈനാസ്റ്റി റൂളേഴ്സ് വർ പ്രൈമർലി പാർട്ടേൺസ് ഓഫ് വിച്ച് റിലീജിയൻ? ഓക്കെ, ഏത് റിലീജിയൻ്റെ പാട്രോൺസ് ആണിത് പാലാ റൂളേഴ്സ് അറിയപ്പെടുന്നത്? ഏതാണ്? ബുദ്ധിസം ആട്ടോ, ബുദ്ധിസം. ഓക്കെ, അല്ലെങ്കിൽ ബുദ്ധിസ്റ്റ്. ഓക്കെ, ബുദ്ധിസം. ഓക്കെ, കറക്റ്റ് ആൻസർ പറയുന്നത് ബുദ്ധിസമാണ്. ബുദ്ധിസത്തിൽ നമ്മൾ 3 ടൈപ്പ് ഓഫ് സെക്ട് ഉണ്ട് അല്ലേ? എന്താണ്? മഹായാന ഉണ്ട്, ഹീനയാന ഉണ്ട്, വജ്രയാന ഉണ്ട്. ഇതിനകത്ത് മഹായാന സെക്റ്റിൻ്റെ ഇതാണ് മഹായാന സെക്റ്റിൻ്റെ അണ്ടറിൽ വരുന്നതാണെന്ത് ഈ പാലാ റൂളേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു പ്രീവിയസ് ഇയർ ചോദ്യം കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ പാലാ റൂളേഴ്സ് രണ്ട് ചോദ്യം പഠിച്ചല്ലേ ഓൾറെഡി. നമ്മൾ മഹിപാല പഠിച്ചു, ധർമ്മപാല പഠിച്ചു, എന്താണ് ഏത് യൂണിവേഴ്സിറ്റിയാണെന്ന് പഠിച്ചു. ഇപ്പോൾ എന്താണ് ഏത് പാറ്റേൺസ് ആണ്, ഏത് റിലീജിയൻ്റെ പാറ്റേൺസ് ആണ്? ബുദ്ധിസ്റ്റ് റിലീജിയൻ്റെ പാറ്റേൺസ് ആണ്. നെക്സ്റ്റ്, ഹൂ വാസ് ദ ലാസ്റ്റ് ഹിന്ദു റൂളർ ഓഫ് സിന്ധ്? അതായത് സിന്ധിലെ അവസാനത്തെ എന്താണ് ഹിന്ദു റൂളർ ആരാണ്? അല്ലേ, നമ്മുടെ ഈ ഡൽഹി സുൽത്താനേറ്റൊക്കെ എന്താണ് മിഡീവൽ ഇന്ത്യയിൽ വരുന്നതാണ്. അപ്പോൾ ഡൽഹി സുൽത്താനേറ്റ് വരുന്നതിന് മുമ്പ് എന്താണ് ഈ ലാസ്റ്റായിട്ട് എന്താണ് നമ്മുടെ സിന്ധ് ഭരിച്ചുകൊണ്ടിരുന്നത് ദാഹിർ എന്ന് പറയുന്ന റൂളറാണ്. ഓക്കെ, ദാഹിർ. ഓക്കെ, ദാഹിറാണെന്ത് ലാസ്റ്റ് ഹിന്ദു റൂളർ ഓഫ് സിന്ധ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇദ്ദേഹത്തിന് ആരാണ്? ഇദ്ദേഹത്തിന് 712 AD എന്താണ് മുഹമ്മദ് ബിൻ ഖാസിം എന്താണ് ഇദ്ദേഹത്തിനെ ബീറ്റ് ചെയ്യുക കേട്ടോ. മുഹമ്മദ് ബിൻ ഖാസിം ഇദ്ദേഹത്തിനെ ബീറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണത് ഇദ്ദേഹം ഡിഫീറ്റ് ആൻഡ് കിൽഡ് ബൈ മുഹമ്മദ് ബിൻ ഖാസിം ഓൺ 712 AD. ഓക്കെ, 712 AD എന്താണ് ഇദ്ദേഹത്തിനെ ബീറ്റ് ചെയ്യും. ഓക്കെ, ഈ വർഷം നോട്ട് ചെയ്ത് നോക്കാം കേട്ടോ, 712. നെക്സ്റ്റ്, ദ ഫേമസ് ഖജുറാഹോ ഗ്രൂപ്പ് ഓഫ് മോണുമെൻറ്റ്സ് വാസ് കൺസ്ട്രക്റ്റഡ് ബൈ ഡാഷ്. ഓക്കെ, നമുക്കറിയാം മധ്യപ്രദേശിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടെമ്പിൾ ആണിത്, അല്ലെ ഗ്രൂപ്പ് ഓഫ് മോണുമെൻറ്റ്സ് ആണിത് മധ്യപ്രദേശ്. ഓക്കെ, മധ്യപ്രദേശിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് മോണുമെൻറ്റ്സ് ആണിത് ഖജുറാഹോ ഗ്രൂപ്പ് ഓഫ് മോണുമെൻറ്റ്സ്. ഓക്കെ, ഇവിടുത്തെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടെമ്പിളാണ് കണ്ടറിയ മഹാദേവ് ടെമ്പിൾ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, നിങ്ങൾ സ്ട്രാറ്റജികളിലൊക്കെ കേട്ടാണ് അല്ലേ കണ്ടറിയ മഹാദേവ് ടെമ്പിൾ. ഓക്കെ, ഇതാരാണ് ബിൽഡ് ചെയ്തത്? ഓക്കെ, നമ്മുടെ ഈ ഹർഷവർദ്ധനയുടെ എറയ്ക്ക് ശേഷം എന്താണ് രജപുത്രന്മാർ, ഓക്കെ രാജ്പൂട്സ് ആണിത് നമ്മുടെ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, അവരെ തന്നെ നമുക്ക് എന്താണ് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അവരുടെ റൂളേഴ്സിന്. ഓക്കെ, ചൗഹാൻസ്, അതുപോലെ എന്താണ് ചണ്ടേലാസ് ആൻഡ് തോമരാസ്. ഇതിനകത്ത് എന്താണ് ഈ ചണ്ടേലാസ്. ഓക്കെ, ഈ ചണ്ടേലാസ് ആണെന്ത് ഖജുറാഹോ ഗ്രൂപ്പ് ഓഫ് ടെമ്പിൾസ്. മേ ബി എന്താണ് അടുത്ത തവണ ചോദിക്കാൻ പോകുന്നത് കണ്ടറിയ മഹാദേവ് ടെമ്പിൾ ബിൽഡ് ചെയ്ത് ഏത് ഗ്രൂപ്പാണ്? ഓക്കെ, അല്ലെങ്കിൽ ഏത് ഡൈനാസ്റ്റിയാണ്? ഓക്കെ, ചണ്ടേല ആട്ടോ, ചണ്ടേല. ഓക്കെ, ഫേമസ് ചണ്ടേല എന്ത് ഓൺ 10th century ആണെന്ത് ഈ കണ്ടറിയ അല്ലെങ്കിൽ ഖജുറാഹോ മോണുമെൻറ്റ്സ് ബിൽഡ് ചെയ്ത് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ്, സുൽത്താൻ മുഹമ്മദ് ഓഫ് ഗസ്നി റൈഡഡ് വിച്ച് ഫേമസ് ഇന്ത്യൻ ടെമ്പിൾ? ഓക്കെ, മുഹമ്മദ് ഓഫ് ഗസ്നി ഏത് ടെമ്പിളാണ് ഇന്ത്യയിൽ റെയ്ഡ് ചെയ്തത്? ഓക്കെ, ഇദ്ദേഹം 17 തവണ എന്താണ് ഇന്ത്യയിൽ റെയ്ഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് 16ാമത്തെ തവണ, ഓക്കെ 16th ടൈം നമ്മുടെ സോമനാഥ് ടെമ്പിൾ. ഓക്കെ, ഗുജറാത്ത് എവിടെയാണ്? ഗുജറാത്തിലെ സോമനാഥ് ടെമ്പിൾ എന്താണ് ഇദ്ദേഹം ലൂട്ട് ചെയ്തു. എത്രാമത്തെ തവണ? 16ാമത്തെ തവണ. ഓക്കെ, 16th റെയ്ഡ് ആയിരുന്നു 1025 AD. ഓക്കെ, 1025 അദ്ദേഹത്തിൻ്റെ 16th എക്സ്പെഡിഷൻ ആയിരുന്നു സോമനാഥ് ടെമ്പിൾ എന്നറിയപ്പെടുന്നത്. ഓക്കെ, സോമനാഥ് ടെമ്പിൾ എന്നാണ് ഫസ്റ്റ് ജ്യോതിർലിംഗ എന്ന് കൺസിഡർ ചെയ്യുന്ന ടെമ്പിൾ കൂടിയാണെന്ത് നമ്മുടെ സോമനാഥ് ടെമ്പിൾ എന്ന് പറയപ്പെടുന്നത് കേട്ടോ, നോട്ട് ചെയ്യും. കണ്ടറിയ മഹാദേവ് ടെമ്പിൾ അല്ലേ നമ്മുടെ ഖജുറാഹോ ഗ്രൂപ്പ് ഓഫ് ടെമ്പിൾസിലുള്ള വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടെമ്പിൾ ആണെന്ത് കണ്ടറിയ മഹാദേവ് ടെമ്പിൾ എന്ന് പറയുന്നത്. When was the first battle of Tarainford
ഫൗട്ട്. ഓക്കെ, ബാറ്റിൽസ് മിഡീവൽ ഇന്ത്യ എടുക്കുകയാണെങ്കിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഒരു ടോപ്പിക്കാണിത് ബാറ്റിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ബാറ്റിൽ ഓഫ് ടെറൈൻ, ഫസ്റ്റ് ബാറ്റിൽ ഓഫ് ടെറൈൻ ഉണ്ട്, സെക്കൻഡ് ബാറ്റിൽ ഓഫ് ടെറൈൻ ഉണ്ട്. ഓക്കെ, ആരൊക്കെ തമ്മിലാണ് ഫസ്റ്റ് ബാറ്റിൽ ഓഫ് ടെറൈൻ? ഫസ്റ്റ് ബാറ്റിൽ ഓഫ് ടെറൈൻ നടന്ന വർഷം 1191 AD ആട്ടോ. 1191 AD. 1191 AD. ആരൊക്കെ തമ്മിലാണ്? ചൗഹാനായ പൃഥ്വിരാജ് ചൗഹാൻ. ആരാണ്? പൃഥ്വിരാജ് ചൗഹാൻ വേഴ്സസ് മുഹമ്മദ് ഗോറി കേട്ടോ. പൃഥ്വിരാജ് ചൗഹാൻ വേഴ്സസ് മുഹമ്മദ് ഗോറിയാണത് ഫസ്റ്റ് ബാറ്റിൽ ഓഫ് ടെറൈൻ. ഓക്കെ, ഫസ്റ്റ് ബാറ്റിൽ ഓഫ് ടെറൈൻ നടന്നത്. ഓക്കെ, ഇതിനകത്ത് പൃഥ്വിരാജ് ചൗഹാനാണിത് വോൺ ചെയ്തു കേട്ടോ. ഓക്കെ, പൃഥ്വിരാജ് ചൗഹാൻ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് ടെറൈന് വോൺ ചെയ്തു. ഓക്കെ, ഈ രണ്ടാമത്തേത് നടക്കുന്നതാണിത് 1192 AD. ഓക്കെ, 1192 AD. ഈ മുഹമ്മദ് ഗോറിനെ ജയ്ചന്ദ് ഓഫ് കനൗജ് ബീറ്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചു വരുത്തുകയാണ്. അങ്ങനെയാണിത് ആദ്യമായിട്ട് ഫസ്റ്റ് ബാറ്റിൽ ഓഫ് ടെറൈൻ നടക്കുന്നത്. ഇനി സെക്കൻഡ് ബാറ്റിൽ ഓഫ് ടെറൈൻ. ഓക്കെ, ഇദ്ദേഹം സെക്കൻഡ് ബാറ്റിൽ ടെറൈൻ സെയിം ആളുകൾ തമ്മിൽ. ആരാണ്? പൃഥ്വിരാജ് ചൗഹാൻ വേഴ്സസ് മുഹമ്മദ് ഗോറിയാണ്. പക്ഷേ രണ്ടാമത്താണ്. ഓക്കെ, 1192 AD സെക്കൻഡ് ബാറ്റിൽ. ഓക്കെ, ഇതാണ് സെക്കൻഡ് ബാറ്റിൽ കേട്ടോ. സെക്കൻഡ് ബാറ്റിൽ ഓഫ് ടെറൈൻ ആരാണ്? സെക്കൻഡ് ബാറ്റിൽ ഓഫ് ടെറൈനിൽ മുഹമ്മദ് ഗോറിയാണത് വിൻ ചെയ്യുന്നത്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ സ്ലേവായ ഖുത്ബുദ്ദീൻ ഐബക്കിൻ്റെ സഹായത്തോടെ അദ്ദേഹം രണ്ടാമത്തെ സെക്കൻഡ് ബാറ്റിൽ ഓഫ് ടെറൈൻ വോൺ ചെയ്യണം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് ബാറ്റിൽ ഓഫ് ടെറൈൻ ആരൊക്കെ തമ്മിലാണ്? പൃഥ്വിരാജ് ചൗഹാൻ വേഴ്സസ് മുഹമ്മദ് ഗോറി. സെക്കൻഡ് ബാറ്റിൽ ഓഫ് ടെറൈനും സെയിം ആളുകൾ തമ്മിലാണ്. പക്ഷേ ആദ്യത്തിൽ ജയിച്ചത് പൃഥ്വിരാജ് ചൗഹാനാണ്, രണ്ടാമത്തെ മുഹമ്മദ് ഗോറിയാണ് ജയിച്ചത് കേട്ടോ. നെക്സ്റ്റ്, ഇൻ വിച്ച് ഇയർ വാസ് ദ ബാറ്റിൽ ഓഫ് പേഷ്വാർ ഫൗട്ട് ബിറ്റ്വീൻ രാജ ജയപാൽ ആൻഡ് മുഹമ്മദ് ഗസ്നി? ഓക്കെ, രാജ ജയപാലും മുഹമ്മദ് ഗസ്നി തമ്മിലുള്ള വാർ നടന്നത് ഏത് വർഷമാണ്? ഓക്കെ, ആ ബാറ്റിലിന് പറയുന്ന പേരാണ് ബാറ്റിൽ ഓഫ് പേഷ്വാർ. ഓക്കെ, ബാറ്റിൽ ഓഫ് പേഷ്വാർ എന്നാണത് ആ ബാറ്റിലിന് പറയുന്ന പേരുന്നത്. അത് നടന്നത് 1001 AD കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. 1001 AD ബാറ്റിൽ ഓഫ് പേഷ്വാർ ആണ്. നമ്മൾ 3 ബാറ്റിൽസ് പഠിച്ചല്ലേ? ബാറ്റിൽ ഓഫ് ടെറൈൻ 1, 2 പഠിച്ചു. ബാറ്റിൽ ഓഫ് പേഷ്വാർ ആരൊക്കെ തമ്മിലാണ്? ജയപാൽ ആൻഡ് മുഹമ്മദ് ഗസ്നി. ഓക്കെ, മറ്റേത് മുഹമ്മദ് ഗോറി ആയിരുന്നു, ഇവിടെ മുഹമ്മദ് ഗസ്നി. നെക്സ്റ്റ്, ഹൂ ഡിഫീറ്റഡ് പൃഥ്വിരാജ് ചൗഹാൻ ഇൻ ദ സെക്കൻഡ് ബാറ്റിൽ ഓഫ് ടെറൈൻ ഇൻ 1192 AD? അല്ലേ, നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ചുള്ളൂ. എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് മാനിപ്പുലേറ്റ് ചെയ്യുന്നത്? കാരണം നേരത്തെ നമ്മൾ ഒരെണ്ണം പഠിച്ചു, അതിൻ്റെ തുടർച്ചയായിട്ടുള്ള അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചുകൊണ്ടാണ് നമുക്ക് ഇതിൻ്റെ ഉത്തരം അറിയാൻ പറ്റുന്നത് അല്ലേ? ഹൂ ഡിഫീറ്റഡ് പൃഥ്വിരാജ് ചൗഹാൻ ഇൻ ദ സെക്കൻഡ് ബാറ്റിൽ ഓഫ് ടെറൈൻ? ആരാണ്? സെക്കൻഡ് ബാറ്റിൽ ഓഫ് ടെറൈനിൽ പൃഥ്വിരാജ് ചൗഹാനെ ഡിഫീറ്റ് ചെയ്ത് മുഹമ്മദ് ഗോറി അല്ലേ? മുഹമ്മദ് ഗോറി. ഓക്കെ, മുഹമ്മദ് ഗോറി ഡിഫീറ്റഡ് പൃഥ്വിരാജ് ചൗഹാൻ. ഓക്കെ, നെക്സ്റ്റ്, ദ ബാറ്റിൽ ഓഫ് ചണ്ടവാർ ടേക്ക് പ്ലേസ് ബിറ്റ്വീൻ ഡാഷ്. ഓക്കെ, ബാറ്റിൽ ഓഫ് ചണ്ടവാർ അല്ലേ, നമ്മൾ കേട്ടില്ല അല്ലേ? നമ്മൾ ഇതുവരെ പഠിച്ചതിൽ ബാറ്റിൽ ഓഫ് ചണ്ടവാർ എന്നില്ലായിരുന്നു. എന്നാൽ നമുക്കൊന്ന് ഗസ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ കറക്റ്റ് ഉത്തരം ഏതാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ പഠിച്ച വെച്ചെന്താണ് നമുക്ക് ഓപ്ഷൻ മേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാം അല്ലേ? ഓക്കെ, ഫസ്റ്റ് ബാറ്റിൽ ഓഫ് ടെറൈൻ നമുക്കറിയാം. സെക്കൻഡ് ബാറ്റിൽ ഓഫ് ടെറൈൻ അറിയാം. കുറച്ച് മുമ്പ് ബാറ്റിൽ ഓഫ് ഒരു പേഷ്വാറും പഠിച്ചായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ബാറ്റിൽ ഓഫ് ടെറൈൻ ആരാണ്? പൃഥ്വിരാജ് ആൻഡ് മുഹമ്മദ് ഗോറിയാണ്. ഇവിടെ കൊടുത്തേക്കുന്നത് ബാറ്റിൽ ഓഫ് ചണ്ടവാറാണ്. അപ്പോൾ ഒബ്വിയസ്ലി ഇതല്ല അല്ലേ? ലാസ്റ്റ് ഓപ്ഷൻ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. പൃഥ്വിരാജ് ചൗഹാൻ വേഴ്സസ് മുഹമ്മദ് ഗോറി അല്ല, കാരണം അത് ഫസ്റ്റ് ബാറ്റിൽ ഓഫ് ടെറൈൻ ആണ്. രണ്ടാമതൊരു വേണമെന്ത്? പൃഥ്വിരാജ് ആൻഡ് മുഹമ്മദ് ഗസ്നി ആണോ? പൃഥ്വിരാജ് മുഹമ്മദ് ഗസ്നി തമ്മിലല്ല അല്ലേ? പൃഥ്വിരാജ് മുഹമ്മദ് ഗസ്നി തമ്മിലല്ല വാർ നടന്നിരുന്നത്. അപ്പം ഇത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. പിന്നെയുള്ളതാണെന്ത്? ജയചന്ദ് ആൻഡ് മുഹമ്മദ് ഗസ്നി ജയചന്ദ് ആൻഡ് മുഹമ്മദ് ഗോറി. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, ഈ മുഹമ്മദ് ഗോറിനെ ആരാണ് വിളിച്ചു വരുത്തിയത്? ജയചന്ദ് ആണ് വിളിച്ചത് അല്ലേ? ജയചന്ദ് കനൗജിൻ്റെ റൂളറായിരുന്നു കേട്ടോ. കനൗജിലെ റൂളറായിരുന്നു ജയചന്ദ്. ഓക്കെ, കനൗജിലെ റൂളറായിരുന്നു ജയചന്ദ്. അപ്പോൾ ഇദ്ദേഹമാണെന്ത്? ഈ മുഹമ്മദ് ഗോറിനെ വിളിച്ചു വരുത്തിയത്. അപ്പം ഈ പൃഥ്വിരാജ് ചൗഹാനെ കൊന്നതിന് ശേഷം വീണ്ടും ജയചന്ദുമായിട്ടാണ് ബാറ്റിൽ ഓഫ് ചണ്ടവാർ അവിടെ നടക്കുന്നത്. ഓക്കെ, ബാറ്റിൽ സെക്കൻഡ് ഓപ്ഷൻ അല്ല. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ മൂന്നാമത്തെ ഓപ്ഷനാണ്. ഓക്കെ, ദ ബാറ്റിൽ ഓഫ് ചണ്ടവാർ ടേക്ക് പ്ലേസ് ബിറ്റ്വീൻ ജയചന്ദ് ആൻഡ് മുഹമ്മദ് ഗോറി ഇൻ 1194 AD. ഏതാണ്? 1194 AD കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. 1194 AD. ഓക്കെ, 1194 AD. Okay, next question. Queen Naika Devi is remembered as the woman who defeated dash. Okay, Queen Naika Devi ആരെയാണ് ഡിഫീറ്റ് ചെയ്തിട്ടുള്ളത്? ഓക്കെ, മുഹമ്മദ് ഗോറി ഉണ്ട്, മുഹമ്മദ് കാസിം ഉണ്ട്, മുഹമ്മദ് അലാവുദ്ദീൻ ഖിൽജി ഉണ്ട്, മുഹമ്മദ് ഗസ്നി ഉണ്ട്. ആരെയാണ്? ഓക്കെ, ക്യൂൻ നൈക്ക ദേവി ഡിഫീറ്റ് ചെയ്തിട്ടുള്ളത് മുഹമ്മദ് ഗോറിനെ കേട്ടോ. 1178 AD കേട്ടോ. 1178 AD ഇത് ക്യൂൻ നൈക്ക ദേവി നമ്മുടെ മുഹമ്മദ് ഗോറിനെ ഡിഫീറ്റ് ചെയ്തത്. ഓക്കെ, വിച്ച് ഡൈനാസ്റ്റി ഈസ് ഓൾസോ നോൺ ആസ് യാമിനി ഡൈനാസ്റ്റി? ഓക്കെ, യാമിനി ഡൈനാസ്റ്റി എന്നറിയപ്പെടുന്നത് ഏത് ഡൈനാസ്റ്റിയാണ്? ഓക്കെ, ഇപ്പോൾ ഇൻ കേസ് യാമിനി ഡൈനാസ്റ്റി മാത്രമല്ല മറ്റ് പല പേരിലുണ്ട്. ഓക്കെ, യാമിനി ഡൈനാസ്റ്റി, അതുപോലെ തന്നെ മാംലൂക്ക് ഡൈനാസ്റ്റി. ഓക്കെ, മാംലൂക്ക്
ഡൈനാസ്റ്റി എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഇൽബാരി ഡൈനാസ്റ്റി. ഓക്കെ, ILBARI. ഓക്കെ, ഇൽബാരി ഡൈനാസ്റ്റി, അല്ലെങ്കിൽ സ്ലേവ് ഡൈനാസ്റ്റി. ഓക്കെ, അല്ലെങ്കിൽ സ്ലേവ് ഡൈനാസ്റ്റി എന്നൊക്കെ വിളിക്കുന്ന ഏതാണ്? ഇതൊക്കെ പറയുന്നത് ഈ നമ്മുടെ സ്ലേവ്, അവിടെ ഉണ്ടല്ലോ ഓപ്ഷനിൽ സ്ലേവ് ഡൈനാസ്റ്റി. ഓക്കെ, അപ്പം യാമിനി ഡൈനാസ്റ്റി എന്ന് പറഞ്ഞാലും മാംലൂക്ക് ഡൈനാസ്റ്റി എന്ന് പറഞ്ഞാലും ഏൽബാരി ഡൈനാസ്റ്റി എന്ന് പറഞ്ഞാലും അതുപോലെ തന്നെ സ്ലേവ് ഡൈനാസ്റ്റി എന്ന് പറഞ്ഞാലും ഒക്കെ എന്താണ്? ഒക്കെ ഈ ഒരേ പേരിലാണ്. ഇനി ഇതാരാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? നമ്മുടെ മുഹമ്മദ് ഗോറി. ഞാൻ പറഞ്ഞില്ല, മുഹമ്മദ് ഗോറി ഇന്ത്യയിൽ വന്നു. അദ്ദേഹത്തിൻ്റെ സ്ലേവ് ആയിരുന്ന ഖുത്ബുദ്ദീൻ ഐബക്ക്. ഖുത്ബുദ്ദീൻ ഐബക്കാണ് ഡൽഹി സുൽത്താനായിട്ട് ഫസ്റ്റ് ഡൈനാസ്റ്റി ആയ ഈ സ്ലേവ് ഡൈനാസ്റ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് കേട്ടോ. സ്ലേവ് ഡൈനാസ്റ്റി എസ്റ്റാബ്ലിഷ് ബൈ ഖുത്ബുദ്ദീൻ ഐബക്ക്. ഓക്കെ, ഖുത്ബുദ്ദീൻ ഐബക്കാണത് ഈ സ്ലേവ് ഡൈനാസ്റ്റി എന്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സിറ്റീസ് ഇസ് ദ ഖുവാത്തുൽ ഇസ്ലാം മോസ്ക് സിറ്റുവേറ്റഡ്? ഓക്കെ, നമ്മുടെ ഖുത്ബുദ്ദീൻ ഐബക്കിൻ്റെ ഇമ്പോർട്ടൻ്റ് കൺസ്ട്രക്ഷൻ ആയ ഒരു മോസ്ക് ആണത് ഖുവാത്തുൽ ഇസ്ലാം മോസ്ക് എന്ന് പറയുന്നത്. ഈ ഖുവാത്തുൽ ഇസ്ലാം മോസ്ക് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്? എവിടെയാണ്? ഡൽഹി ആട്ടോ, ഡൽഹി. ഓക്കെ, ഡൽഹിയിലാണിത് ഖുവാത്തുൽ ഇസ്ലാം മോസ്ക് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഇനി അജ്മീറിൽ അദ്ദേഹത്തിന് കൺസ്ട്രക്ഷൻ ഉണ്ട്. ഓക്കെ, അതാണ് അദാദിൻക ജോപ്ര എന്ന് പറയും. ഓക്കെ, അദാദിൻക ജോപ്ര. ഓക്കെ, അദാദിൻക ജോപ്ര എവിടെയാണ്? അത് അജ്മീറിലാട്ടോ, അജ്മീർ. ഓക്കെ, അജ്മീറിലാണത് അത് അദ്ദേഹം കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇത് അറിയപ്പെടുന്നത് ലാഖ് ബക്ഷ് എന്ന് അറിയപ്പെടുന്നു. ഖുത്ബുദ്ദീൻ ഐബക്ക് അറിയപ്പെടുന്നതാണ് ഖുത്ബുദ്ദീൻ ഐബക്ക്. ഓക്കെ, ഖുത്ബുദ്ദീൻ ഐബക്ക് അറിയപ്പെടുന്നതാണത് ലാഖ് ബക്ഷ്, അല്ലെങ്കിൽ ഗീവർ ഓഫ് ലാക്സ്. ഗീവർ ഓഫ് ലാക്സ് അല്ലെങ്കിൽ ലാഖ് ബക്ഷ് എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? ലാഖ് ബക്ഷ് എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? അത് ഈ ഖുത്ബുദ്ദീൻ ഐബക്കാണെന്ന് നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡൽഹി സുൽത്താനേറ്റ്സ് ഷിഫ്റ്റഡ് ക്യാപിറ്റൽ ഫ്രം ലാഹോർ ടു ഡൽഹി? ഓക്കെ, ഇത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. കാരണം ഇത് നമ്മുടെ ഡൽഹി സുൽത്താനായിട്ട് വരുമ്പോഴേക്കും നമുക്ക് ക്യാപിറ്റൽ ഷിഫ്റ്റ് ചെയ്യേണ്ട അധികമായിട്ട് വരില്ല. അപ്പോൾ ആ കൂടെ രണ്ട് സ്ഥലത്ത് മാത്രമേ നമുക്ക് ക്യാപിറ്റൽ ഷിഫ്റ്റിംഗ് വരുള്ളൂ. അതിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഷിഫ്റ്റിംഗ് ആണിത്. ആരാണ് ലാഹോറിൽ നിന്നും ഡൽഹിയിലേക്ക് ക്യാപിറ്റൽ ഷിഫ്റ്റ് ചെയ്തതെന്ന്? ഓക്കെ, ആരാണ്? ഓക്കെ, ഖുത്ബുദ്ദീൻ ഐബക്ക് ഉണ്ട്, റേസ സുൽത്താൻ ഉണ്ട്, ഇൽത്തുമിഷ് ഉണ്ട്, ബാൽബൻ ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഇൽത്തുമിഷ് ആട്ടോ, ഇൽത്തുമിഷ്. ഓക്കെ, അതായത് ഈ ഖുത്ബുദ്ദീൻ ഐബക്കിൻ്റെ ഓക്കെ മകനായിരുന്നു അത് അരാം ഷാ എന്ന് പറയുന്നത് കേട്ടോ. അരാം ഷാ. അപ്പോൾ ഈ ഖുത്ബുദ്ദീൻ ഐബക്ക് മരിച്ചതിന് ശേഷം അരാം ഷാനെ എന്താണ് റൂളാക്കുകയും, പക്ഷേ അരാം ഷാ അത്ര വൃത്തിയായിട്ടുള്ളൊരു റൂളർ അല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ ഖുത്ബുദ്ദീൻ ഐബക്കിൻ്റെ സ്ലേവായി. ഓക്കെ, ഖുത്ബുദ്ദീൻ ഐബക്കിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്ലേവായ ഇൽത്തുമിഷ്. ഓക്കെ, ഇൽത്തുമിഷിനെ എന്താണ് അധികാരം ഏൽപ്പിക്കുകയാണ്. ഓക്കെ, ഇൽത്തുമിഷ് എന്താണ് അധികാരത്തിൽ വരികയാണ്. അപ്പോൾ ഇൽത്തുമിഷ് ആണെന്ത് ഈ ക്യാപിറ്റൽ ലാഹോറിൽ നിന്ന് ഡൽഹിയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത്. നിങ്ങൾ ഈ ഓർഡറിലൊക്കെ എന്താണ് ഒന്ന് നോക്കി വെക്കണം. കാരണം എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട് ഈ ഓർഡർ ഏത് ഓർഡറിലാണ് വരുന്നത്, ആരൊക്കെയാണ്, ഓക്കെ ആരുടെ സണ്ണാണ്, അത് കഴിഞ്ഞിട്ട് ആരാണ് ഭരിച്ചത്, അങ്ങനെ എന്താണ് ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇൽത്തുമിഷ് ആണെന്ത് ക്യാപിറ്റൽ ഷിഫ്റ്റ് ചെയ്ത് കേട്ടോ. ഓക്കെ, ഹീസ് നോൺ ആസ് ഫാദർ ഓഫ് ടോം ബിൽഡിംഗ് കേട്ടോ. ഫാദർ ഓഫ് ടോംബ് ബിൽഡിംഗ് എന്നറിയപ്പെടുന്നത് ഇൽത്തുമിഷ് ആട്ടോ. ഫാദർ ഓഫ് ടോംബ് ബിൽഡിംഗ്. ഓക്കെ, നമ്മുടെ ഖുത്ബുദ്ദീൻ ഐബക്കാണെന്ത് ചാർമിനാറിൻ്റെ ഓക്കെ ഫാദർ ഓഫ് ടോം ബിൽഡിംഗ്. ഓക്കെ, എഴുതിക്കോ, ഫാദർ ഓഫ് ടോം ബിൽഡിംഗ്. ഓക്കെ, ചാർമിനാർ അല്ല, കുത്തബ് മിനാർ കേട്ടോ, കുത്തബ് മിനാർ. ഓക്കെ, കുത്തബ് മിനാറിൻ്റെ കൺസ്ട്രക്ഷൻ ആരാണ്? ഖുത്ബുദ്ദീൻ ഐബക്ക് സ്റ്റാർട്ട് ചെയ്യുകയും ഇൽത്തുമിഷ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്യപ്പെടും കേട്ടോ. ഇൽത്തുമിഷ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഇത്രയും പോയിന്റ്സ് നോട്ട് ചെയ്തല്ലേ. ഓക്കെ, ഒന്നുകൂടെ പറയാം. ലാഹോർ ഡൽഹി ആരാണ് ഷിഫ്റ്റ് ചെയ്തത്? ഇൽത്തുമിഷാണ് ഷിഫ്റ്റ് ചെയ്ത്. ഖുത്ബുദ്ദീൻ ഐബക്കിൻ്റെ സണ്ണാണ് അരാം ഷാ എന്ന് പറയുന്നത്. പക്ഷേ എന്താണ് അത് കഴിഞ്ഞിട്ട് ശരിക്കും ഭരിച്ചത് ഇൽത്തുമിഷാണ്. അദ്ദേഹം അറിയപ്പെടുന്നത് ഫാദർ ഓഫ് ടോം ബിൽഡിംഗ് എന്നാണ്. ഇതാണ് ഇൽത്തുമിഷാണ് കുത്തബ് മിനാറിൻ്റെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടോ. കംപ്ലീറ്റ് മറ്റേതാരാണ് തുടങ്ങി വെച്ചോളൂ അല്ലേ? ഖുത്ബുദ്ദീൻ ഐബക്ക് തുടങ്ങി വെച്ചോളൂ. ഇൽത്തുമിഷ് എന്താണ് കുത്തബ് മിനാറിൻ്റെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്തു. അടുത്ത്, സുൽത്താൻ ഇൽത്തുമിഷ് ഇൻട്രൊഡ്യൂസ്ഡ് എ മെറ്റൽ കോയിൻ നെയ്മഡ് തങ്ക വിച്ച് വാസ് മേഡ് അപ്പ് ഓഫ് ഡാഷ്. ഓക്കെ, സുൽത്താൻ ഇൽത്തുമിഷ് എന്താണ് ഒരു 2 കോയിൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, അതിൻ്റെ പേരെന്താണ്? ഒരെണ്ണത്തിൻ്റെ പേര് തങ്ക എന്നാണ്. ഓക്കെ, തങ്ക എന്ന് പറഞ്ഞാൽ ഏത് ടൈപ്പ് ഓഫ് കോയിൻ, അത് ഉണ്ടാക്കിയിരിക്കുന്നത് ഏത് മെറ്റൽ ഉപയോഗിച്ചാണ്. ഓക്കെ, തങ്ക എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്നാണ് ഗോൾഡ് നമുക്ക് മനസ്സിലും, പക്ഷേ എന്താണ് കറക്റ്റ് ഉത്തരം ഗോൾഡ് അല്ല. ഓക്കെ, തങ്ക
സിൽവർ മേഡപ്പ് ഓഫ് തങ്ക ആൻഡ് കോപ്പർ മേഡപ്പ് ഓഫ് ജിത്തൽ. ഓക്കെ, ജിത്തൽ. ഓക്കെ, കോപ്പർ ഉണ്ടാക്കിയ കോയിൻ്റെ പേരാണിത് ജിറ്റൽ എന്ന് പറഞ്ഞിട്ട് JITTAL. ഓക്കെ, ജിറ്റൽ. കോപ്പർ മേഡപ്പ് ഓഫ് ജിറ്റൽ ആൻഡ് സിൽവറിൻ്റെ പേരാണ്, സിൽവർ കൊണ്ടുണ്ടാക്കിയ കോയിൻ്റെ പേരാണിത് തങ്ക എന്ന് പറയും കേട്ടോ, തങ്ക. ഓക്കെ, തങ്ക. ഹു ഈസ് നോൺ എസ് ദ ലെഫ്റ്റനൻറ്റ് ഓഫ് ഖലീഫ? ഓക്കെ, ലെഫ്റ്റനൻറ്റ് ഓഫ് ഖലീഫ എന്നറിയപ്പെടുന്നത് ആരാണ്? ലെഫ്റ്റനൻറ്റ് ഓഫ് ഖലീഫ അത് ഇൽത്തുമിഷ് ആട്ടോ, ഇൽത്തുമിഷ്. ഓക്കെ, ലെഫ്റ്റനൻറ്റ് ഓഫ് ഖലീഫ എന്നറിയപ്പെടുന്ന ഇൽത്തുമിഷ് ആണ്, ഇൽത്തുമിഷ്. ഹസൈ സുൽത്താനി ഈസ് എ ഡാഷ്. നമ്മുടെ ഇൽത്തുമിഷിൻ്റെ ടൈം പീരീഡിൽ ഓക്കെ അദ്ദേഹം കൺസിഡർ ചെയ്ത ഒരു പ്രോപ്പർട്ടിയാണിത് ഈ ഹസ്-ഐ സുൽത്താനി എന്ന് പറയുന്നത് കേട്ടോ. അതെന്താണ്? അതൊരു വാട്ടർ റിസർവർ ആണ്, വാട്ടർ റിസർവർ. ഇനി അടുത്ത ഷിഫ്റ്റിൽ നമുക്ക് ചോദിക്കാൻ പോകുന്നത് വാട്ടർ റിസർവ്. ഓക്കെ, ആ സമയത്ത് ആ പീരീഡിൽ വാട്ടർ റിസർവർ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഓക്കെ, ഹസ്-ഐ സുൽത്താനിയാണിത് വാട്ടർ റിസർവർ എന്ന് നമ്മൾ പറയുന്നത്. ഹു കമ്പോസ്ഡ് Tabaqat-i-Naziri in the Delhi Sultan period? Okay, one of the most important ചോദ്യം കേട്ടോ, Tabaqat-i-Naziri. Tabaqat-i-Naziri ആരാണ്? മിൻഹാജ് ഉസ് സിറാജ് കേട്ടോ, മിൻഹാജ് ഉസ് സിറാജ് ആണിത് Tabaqat-i-Naziri എഴുതിയിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ആരെക്കുറിച്ചാണ്? ഓക്കെ, റസിയ സുൽത്താനെ കുറിച്ച് കേട്ടോ, റസിയ സുൽത്താന. ഓക്കെ, റസിയ സുൽത്താന. റസിയ സുൽത്താന. ഓക്കെ, റസിയ സുൽത്താൻ. അപ്പം ചോദിക്കാം, അടുത്ത ചോദ്യം ചോദിക്കാം, ഹു വാസ് ക്രോണിക്കിൾഡ് ബൈ റസിയ സുൽത്താൻ? ആരാണ്? മിൻഹാജ് ഉസ് സിറാജ് കേട്ടോ, മിൻഹാജ് ഉസ് സിറാജ് എഴുതിയിരിക്കുന്ന ബുക്കിൻ്റെ പേരാണിത് Tabaqat-i-Naziri. ഓക്കെ, ഇങ്ങനെ തിരിച്ചും മറിച്ചുമാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ചോദിക്കുന്നത് വേറൊരു ടൈപ്പ് ഓഫ് ചോദ്യമായിരിക്കും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് മാറ്റം വരുത്തി നിങ്ങൾ പഠിച്ചു നോക്കുക കേട്ടോ. എങ്ങനെ ചോദിച്ചാലും എന്താണ് എഴുതാൻ പാകത്തിൽ പഠിച്ചു നോക്കുക. ഓക്കെ, മിൻഹാജ് ഉസ് സിറാജ്. റസിയ സുൽത്താൻ വാസ് ദ ഡോട്ടർ ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സുൽത്താനേറ്റ്? ഓക്കെ, റസിയ സുൽത്താന ആരുടെ മകളായിരുന്നു? അപ്പോൾ നമ്മൾ കുത്ബുദ്ദീൻ ഐബക്കിൻ്റെ കേസൊക്കെ പറഞ്ഞത് അല്ലേ, കുത്ബുദ്ദീൻ ഐബക്ക് വന്നു, അതിന് മകനായിരുന്നു അരാം ഷാ എന്ന് പറയുന്നത് അല്ലേ, അരാം ഷാ അവിടെ വന്നായിരുന്നു. പക്ഷേ എന്താണ് ഇൽത്തുമിഷ് ആണെന്ത് ബാക്കി ഭരിച്ചെന്ന് പറഞ്ഞു. ഇനി ഇൽത്തുമിഷിൻ്റെ ഡോട്ടറാണെന്ത് ഈ റസിയ സുൽത്താന എന്ന് പറയുന്നത് കേട്ടോ, റസിയ സുൽത്താന. ഓക്കെ, ഇൽത്തുമിഷിൻ്റെ ഡോട്ടറാണിത് റസിയ സുൽത്താന എന്ന് പറയുന്നത്. ഓക്കെ, റസിയ മാത്രമല്ല റുക്നുദ്ദീൻ ഫിറോസ് എന്താണ് അദ്ദേഹത്തിൻ്റെ സണ്ണായിരുന്നു കേട്ടോ, റുക്നുദ്ദീൻ. ഓക്കെ, റുക്നുദ്ദീൻ ഫിറോസ് എന്താണ് അദ്ദേഹത്തിൻ്റെ സണ്ണായിരുന്നു. ഓക്കെ, റസിയ സുൽത്താൻ ഈസ് ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വുമൺ റൂളർ ഓഫ് ഇന്ത്യ കേട്ടോ, ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വുമൺ റൂളർ ഓഫ് ഇന്ത്യ ആണിത് റസിയ സുൽത്താൻ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ആരുടെയാണ്? ആ ഡോട്ടറാണ് ഇൽത്തുമിഷ് അല്ലേ, ഇൽത്തുമിഷിൻ്റെ ഡോട്ടറാണിത് റസിയ സുൽത്താന. The Mongols under Genghis Khan invaded Transonia in northeast Iran in dash. ഓക്കെ, ഏത് വർഷമാണത് മംഗോൾസ് അണ്ടർ ചെങ്കിസ് ഖാൻ ഇൻവേഡ് ചെയ്തത്? ഏത് വർഷമാണ്? ഓക്കെ, 1219 കേട്ടോ, 1219 ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇനി വേറൊരു ചോദ്യം ഉണ്ടായിരുന്നു, ചെങ്കിസ് ഖാൻ ഡൈ ചെയ്തത്, ഓക്കെ മരിച്ചു പോയത് ഏത് വർഷമാണ്? ഓക്കെ, ചെങ്കിസ് ഖാൻ ഡൈഡ്. ഓക്കെ, ചെങ്കിസ് ഖാൻ ഡൈഡ്. ഓക്കെ, 1127 ചെങ്കിസ് ഖാൻ മരണപ്പെട്ടത്. അതും ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക. ഹു ഇൻട്രൊഡ്യൂസ് ദ കസ്റ്റംസ് ഓഫ് സിജ്ത ആൻഡ് പൈബോസ് ആസ് നോർമൽ ഫോംസ് ഓഫ് സല്യൂട്ടേഷൻ? ഓക്കെ, ഈ സിജ്ത ആൻഡ് പൈബോസ് എന്ന് വെച്ചാൽ ഓക്കെ അതൊരു എന്താ പറയുക, ഈ രാജാവിനെ കാണുമ്പോൾ നമ്മൾ വണങ്ങുക, ഓക്കെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫീറ്റിൽ എന്താണ് ഉമ്മ കൊടുക്കുക, അതൊരു ആദരവിൻ്റെ ബഹുമാനമായിട്ട് രണ്ട് എന്താണ് കസ്റ്റംസ് സിജ്ത ആൻഡ് പൈബോസ് എന്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളുടെ പേരാണിത് ഗിയാസുദ്ദീൻ ബാൽബൻ എന്ന് പറയും, അല്ലെങ്കിൽ ഉലൂഖ് ഖാൻ. എന്താണ്? ഉലൂഖ് ഖാൻ എന്ന് പറയും. ഓക്കെ, ഹീ ഈസ് നോൺ ആസ് ദ സേവിയർ ഓഫ് ഡൽഹി സുൽത്താനേറ്റ് കേട്ടോ, സേവിയർ ഓഫ് ഡൽഹി സുൽത്താനേറ്റ് എന്ന് അറിയപ്പെടുന്ന ആളാണ് എന്താ ഗിയാസുദ്ദീൻ ബാൽബൻ. ഓക്കെ, സേവിയർ ഓഫ് ഡൽഹി സുൽത്താനേറ്റ്. ഓക്കെ, സേവിയർ ഓഫ് ഡൽഹി സുൽത്താനേറ്റ്. ഓക്കെ, ഗിയാസുദ്ദീൻ ബാൽബൻ. ഇദ്ദേഹമാണത് സിജ്ദ ആൻഡ് പൈബോസ്. ഇത് സിജ്ദ എന്ന് വെച്ചാൽ പ്രോസഷൻ ബിഫോർ കിങ്. ഓക്കെ, ഇങ്ങനെ കാണുമ്പോൾ എന്താണ് നമ്മൾ വണങ്ങുക, അതെന്താണ് അദ്ദേഹത്തിൻ്റെ ഫീറ്റ് കിസ് ചെയ്യുക എന്നുള്ള പോലെയുള്ള രണ്ട് കസ്റ്റംസ് ഇൻട്രൊഡ്യൂസ് ആണത് ഈ ഗിയാസുദ്ദീൻ ബാൽബൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഹു അമംഗ് ദ ഫോളോയിങ് വാസ് ദ ഫേമസ്ലി നോൺ ആസ് ദ പാരറ്റ് ഓഫ് ഇന്ത്യ? പാരറ്റ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ്? ഹു ഇസ് നോൺ ആസ് ദ പാരറ്റ് ഓഫ് ഇന്ത്യ? അമീർ ഖുസ്രോ കേട്ടോ, അമീർ ഖുസ്രോ ആണിത് പാരറ്റ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് കേട്ടോ. ലൈല മജ്നു ഒക്കെ എഴുതിയത് അദ്ദേഹമാണ്, ലൈല മജ്നു. അതുപോലെ എന്താണ് തുഗ്ലക് നാമയൊക്കെ എഴുതാറാണ് ഈ
അമീർ ഖുസ്രു ആണ്. അതുപോലെ ഫാദർ ഓഫ് സിത്താർ, ഫാദർ ഓഫ് അല്ലെങ്കിൽ ഇൻവെൻറ്റർ ഓഫ് സിത്താർ അല്ലെങ്കിൽ എന്താണ് തബല എന്നൊക്കെ പറയുന്നതും തബലക്കാരാണ് ഈ അമീർ ഖുസ്രു കേട്ടോ, അമീർ ഖുസ്രു. ഓക്കെ, ഇദ്ദേഹത്തിന് ആരോ പാർട്ട്നേഴ്സ് ചെയ്ത് ഗിയാസുദ്ദീൻ ബാൽബൻ കേട്ടോ, ബാൽബൻ വാസ് പാട്രണൈസ്ഡ് ബൈ അമീർ ഖുസ്രു കേട്ടോ. ബാൽബൻ ആണ് ഇദ്ദേഹത്തിനെ പാട്രണൈസ് ചെയ്തിരുന്നത്. ഗിയാസുദ്ദീൻ ബാൽബൻ റൂളർ ഓഫ് സ്ലേവ് ഡൈനാസ്റ്റി ടുക്ക് അപ്പ് ദ ടൈറ്റിൽ ഓഫ്, ഓക്കെ ഇദ്ദേഹത്തിന് നമ്മുടെ ടൈറ്റിൽ ഉണ്ട്, നമ്മൾ നേരത്തെ സേവിയർ ഓഫ് ഡൽഹി സുൽത്താൻ എന്ന് പറഞ്ഞില്ല, സേവിയർ ഓഫ് ഡൽഹി സുൽത്താനായിട്ട് അറിയപ്പെടുന്നു പറഞ്ഞു. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു ടൈറ്റിലാണിത് സിൽ ഐ ഇലാഹി എന്ന് പറയും. ഓക്കെ, സിൽ ഐ ഇലാഹി എന്താണ്? ഷാഡോ ഓഫ് ഗോഡ്. ഓക്കെ, സിൽ ഐ ഇലാഹി മീൻസ് ഷാഡോ ഓഫ് ഗോഡ്, ഷാഡോ ഓഫ് ഗോഡ്. സിൽ ഐ ഇലാഹി മീൻസ് ഷാഡോ ഓഫ് ഗോഡ്. ഓക്കെ, ദിവാൻ ഐ ബാൻഗാർ എന്ന് വെച്ചാൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്ലേവ്സിന്, ഓക്കെ അന്നത്തെ കാലത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്ലേവ്സിന് പറയുന്ന ഒരു വാചകമാണ് കേട്ടോ. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഒരു ടേമാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്ലേവ്സ്. ഓക്കെ, സ്ലേവ്സ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്ലേവ്സ്. സാരൈ ഇതെന്ന് വെച്ചാൽ അവിടുത്തെ ഓപ്പൺ മാർക്കറ്റാണ്. ഓപ്പൺ മാർക്കറ്റ്, ഓപ്പൺ മാർക്കറ്റ് എന്ന് പറയുന്ന പേരാണിത്. നമ്മുടെ അലാവുദ്ദീൻ ഖിൽജി സമയത്ത് ഒരു മാർക്കറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ മാർക്കറ്റിൻ്റെ പേരാണിത് സാർ ഐ അതൽ എന്ന് പറയുന്നത്. ഇനി ഗ്യാസ് ഐ സിക്കന്ദാരി മീൻസ് മെഷർമെൻറ്റ് ഓഫ് ലാൻഡ് ആട്ടോ. മെഷർമെൻറ്റ്, ഇതൊക്കെ പ്രീവിയസ് ചോദ്യം കേട്ടോ. മെഷർമെൻറ്റ് ഓഫ് ലാൻഡ്. ഓക്കെ, മെഷർമെൻറ്റ് ഓഫ് ലാൻഡ് ആണിത് ഗ്യാസ് ഐ സിക്കന്ദാരി എന്ന് പറയുന്നത്. ഓക്കെ, മേ ബി എന്താണ് അടുത്ത ഒരു എക്സാമിന് ഷിഫ്റ്റിൽ ചിലപ്പോൾ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് ഈ ദിവാനായി ബാൻഡാഗൺ എന്ന് വെച്ചാൽ എന്താണ്, അല്ലെങ്കിൽ സാറയത്തിൽ എന്താണ്, അങ്ങനെ ചോദ്യങ്ങൾ വരാം. അതുകൊണ്ടാണ് നമ്മളൊരു ഓപ്ഷൻ എടുക്കുമ്പം എല്ലാം പഠിക്കണം എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ദ കുത്തബ് കോംപ്ലക്സ്. ഓക്കെ, കുത്തബ് കോംപ്ലക്സിൻ്റെ ഭാഗമല്ലാത്തത് താഴെ കൊടുത്തിരിക്കുന്നത് ഏതാണ്? ഖ്വാത്തുൽ ഇസ്ലാം അറ്റ് മോസ്ക്, അറിയാമല്ലേ, ഡൽഹിയിലുണ്ട്. കുത്തബ് മിനാറുണ്ട്, അലൈ ദർവാസയുണ്ട്. ബൂലാൻ ദർവാസ ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ഫത്തേഹ്പൂർ സിക്രിലാണിത്, ബൂലാൻ ദർവാസ അല്ല കേട്ടോ, ഫത്തേഹ്പൂർ സിക്രി. ഓക്കെ, ഫത്തേഹ്പൂർ സിക്രിലാണിത് ബുലാൻ ദർവാസ ഉള്ളത്. അടുത്ത്, അലാവുദ്ദീൻ ഖിൽജി ഡിഫീറ്റഡ് രാജ രത്തൻ സിംഗ് ഇൻ ഡാഷ് ഇയർ. ഓക്കെ, അലാവുദ്ദീൻ ഖിൽജി അല്ലേ. അപ്പോൾ നമ്മുടെ ഡൽഹി സുൽത്താനായിട്ട് ഓവർ ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് നമ്മുടെ സ്ലേവ് ഡൈനാസ്റ്റിയെ പറ്റി പറയുവാണെങ്കിൽ സ്ലേവ് ഡൈനാസ്റ്റിയിൽ എന്താണ് എൻഡ്, അത് കഴിഞ്ഞിട്ട് രണ്ടാമത് വരുന്ന ഡൈനാസ്റ്റിയാണിത് ഖിൽജി ഡൈനാസ്റ്റി കേട്ടോ. ഖിൽജി ഡൈനാസ്റ്റി. ഓക്കെ, അപ്പോൾ ഖിൽജി ഡൈനാസ്റ്റിയിൽ രണ്ടാമത്തെ റൂളാണ് ഫസ്റ്റ് റൂളർ ജലാലുദ്ദീൻ ഖിൽജി. ഓക്കെ, ഫസ്റ്റ് റൂളർ ജലാലുദ്ദീൻ ഖിൽജി, രണ്ടാമത്തെയാണത് അലാവുദ്ദീൻ ഖിൽജി. ഈ അലാവുദ്ദീൻ ഖിൽജി രാജാ രത്തൻ സിംഗിനെ ബീറ്റ് ചെയ്ത് ഏത് വർഷമാണ്? ഓക്കെ, രാജാ രത്തൻ സിംഗ് ഓഫ് ചിറ്റൂർ. ഓക്കെ, രാജാ രത്തൻ സിംഗ് ഓഫ് ചിറ്റൂർ, രാജസ്ഥാനിലെ ചിറ്റൂർ, രാജസ്ഥാൻ. ഓക്കെ, അദ്ദേഹത്തിനെ ബീറ്റ് ചെയ്തത് ഏത് വർഷമാണ്? 1303. ഓക്കെ, ഇദ്ദേഹത്തിൻ്റെ ഭാര്യയാണെന്ത്? റാണി പത്മാവതി എന്നൊക്കെ അറിയപ്പെടുന്നത്, റാണി പത്മാവതി. ഓക്കെ, മാസ് സൂയിസൈഡായ ജൗഹർ ഒക്കെ പെർഫോം ചെയ്തില്ലേ? ഓക്കെ, ജൗഹർ എന്താണ് ജൗഹർ എന്ന് വെച്ചാൽ? മാസ് സൂയിസൈഡ്. ഓക്കെ, ജൗഹർ പെർഫോം ചെയ്ത് പത്മാവതി സിനിമയ്ക്കില്ലേ? ഓക്കെ, അതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അലാവുദ്ദീൻ ഖിൽജി രാജൻ രത്തൻ സിംഗിനെ അറ്റാക്ക് ചെയ്ത് 1303 AD ഓക്കെ, അതിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് പിന്നെ എന്താണ് ഭാര്യനെ അറ്റാക്ക് ചെയ്ത് നിന്നപ്പോഴേക്കും മാസ് സൂയിസൈഡ് ജൗഹർ ചെയ്യുകയാണ് ഉണ്ടായത്. അതിനെപ്പറ്റി എഴുതിയത് ആരാണ്? മാലിക് മുഹമ്മദ് ജേസിയാണിത് പത്മാവതി എന്ന് പറഞ്ഞ ബുക്ക് എഴുതിയിരിക്കുന്നത്. നെക്സ്റ്റ്, ഷോർട്ടസ്റ്റ് പീരീഡിന് ഡൽഹി സുൽത്താനായിട്ട്. ഓക്കെ, ഷോർട്ടസ്റ്റ് പീരീഡ് എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? അപ്പോൾ നമുക്ക് പല ഡൈനാസ്റ്റി ഉണ്ട്, നമുക്ക് 5 ഡൈനാസ്റ്റി ഉണ്ട്. ടോട്ടൽ എഴുതുവാണെങ്കിൽ ഫസ്റ്റ് സ്ലേവ് ഡൈനാസ്റ്റി, അതൊക്കെയാണ് ഫസ്റ്റ് സ്ലേവ് ഡൈനാസ്റ്റി. പിന്നെ വരുന്നതാണത് ഖിൽജി ഡൈനാസ്റ്റി. ഓക്കെ, ഖിൽജി ഡൈനാസ്റ്റി. പിന്നെ വരുന്നതാണത് തുഗ്ലക് ഡൈനാസ്റ്റി, പിന്നെയാണത് സയ്യിദ് ഡൈനാസ്റ്റി. ഓക്കെ, സയ്യിദ് ഡൈനാസ്റ്റി. ആൻഡ് ലാസ്റ്റ് വൺ എന്താണ്? ലാസ്റ്റ് വൺ ലോധി ഡൈനാസ്റ്റി. ഓക്കെ, ഇതാണ് ഓർഡർ കേട്ടോ. ഈ ഓർഡർ നോട്ട് ചെയ്ത് വെച്ചിട്ട് കേട്ടോ. ലാസ്റ്റ് വൺ ലോധി ഡൈനാസ്റ്റി. ഈ ഓർഡറിലാണെന്ത് നമ്മുടെ ഡൈനാസ്റ്റീസ് വരുന്നത്. അപ്പോൾ ഇത് എപ്പോഴും നോട്ട് ചെയ്ത് നോക്കണം കേട്ടോ. ഈ ഓർഡർ നിങ്ങൾ അങ്ങനെ പഠിച്ചു വെക്കാം. ഇതിനകത്ത് ഷോർട്ടസ്റ്റ് പീരീഡ് അറിയപ്പെടുന്നത് ഖിൽജി ഡൈനാസ്റ്റി ആട്ടോ. ഷോർട്ടസ്റ്റ് പീരീഡ് ഖിൽജി ഡൈനാസ്റ്റി. ഓക്കെ, ഷോർട്ടസ്റ്റ് പീരീഡ് ഏതാണ്? ഖിൽജി ഡൈനാസ്റ്റി. ഉത്തരം ഏതാണ്? ഉത്തരം ഖിൽജി ഡൈനാസ്റ്റി. കാരണം ജലാലുദ്ദീൻ ഖിൽജി ആൻഡ് അലാവുദ്ദീൻ ഖിൽജി ഇവർ രണ്ടുപേർ മാത്രമാണ് ഇത് ഭരിച്ചിരുന്നുള്ളൂ. നെക്സ്റ്റ് വൺ, ഹു ബ്രോട്ട് 2 pillars ഓഫ് അശോക ഫ്രം ടോപ്ര ആൻഡ് മീരറ്റ്. ഓക്കെ, ടോപ്രയിൽ നിന്നും മീരറ്റിൽ നിന്നും 2 പില്ലേഴ്സ് കൊണ്ടുവന്നത് ആരാണ്? ഓക്കെ, അത് ഫിറോസ് ഷാ തുഗ്ലക് ആട്ടോ. ഫിറോസ് ഷാ തുഗ്ലക്. ഓക്കെ, ഫസ്റ്റ് റൂളറാണിത് നമ്മുടെ
ഗിയാസുദ്ദീൻ തുഗ്ലക് എന്ന് പറയുന്നത് കേട്ടോ. ഗിയാസുദ്ദീൻ തുഗ്ലക് ആണത് ഇതിൻ്റെ ഫസ്റ്റ് റൂളർ എന്നറിയപ്പെടുന്നത്. ഓക്കെ, രണ്ടാമത്തെ റൂളറാണെന്ത് നമ്മുടെ മുഹമ്മദ് ബിൻ തുഗ്ലക്. ഓക്കെ, മുഹമ്മദ് ബിൻ തുഗ്ലക്. മുഹമ്മദ് ബിൻ തുഗ്ലക് എന്ന് പറയുന്നത് രണ്ടാമത്തെയാണ്. മൂന്നാമത്തെ റൂളറാണെന്ത് ഫിറോസ് ഷാ തുഗ്ലക്. ഓക്കെ, ഇദ്ദേഹമാണെന്ത് അശോകൻ്റെ 2 പില്ലേഴ്സ് എന്താണ് ടോപ്പിൽ മിനിറ്റിലും കൊണ്ടുവന്നു കേട്ടോ. ഇൻ വിച്ച് ഇയർ ടിമൂർ ഇൻവേഡഡ് ഇന്ത്യ. ഓക്കെ, ടിമൂർ ഇന്ത്യ ഇൻവേഡ് ചെയ്ത് ഏത് വർഷത്തിലാണോ? ടിമൂർ. ഓക്കെ, ടിമൂർ ഇൻവേഡഡ് ഇന്ത്യ ഇൻ 1398 1398 ഏടിലാണെന്ത് ടിമൂർ ഇന്ത്യ ഇൻവേഡ് ചെയ്തത്. ഓക്കെ, ഇദ്ദേഹത്തിൻ്റെ ഒരു അസിസ്റ്റൻ്റായ കിസിർ ഖാൻ ആണെന്ത് കിസിർ ഖാൻ ആണെന്ത് നമ്മുടെ സെയ്ദ് ഡൈനാസ്റ്റി എസ്റ്റാബ്ലിഷ് ചെയ്തത് കേട്ടോ. കിസിർ ഖാൻ എസ്റ്റാബ്ലിഷ്ഡ് കിസിർ ഖാൻ. ഓക്കെ, കിസിർ ഖാൻ ആണെന്ത് നമ്മുടെ സയ്യിദ് ഡൈനാസ്റ്റി എസ്റ്റാബ്ലിഷ് ചെയ്തത് കേട്ടോ. സയ്യിദ് ഡൈനാസ്റ്റി എസ്റ്റാബ്ലിഷ് ചെയ്തത് കിസിർ ഖാൻ ആണ്. സയ്യിദ് ഡൈനാസ്റ്റി. ഹു കമ്പോസ് ഷഹ്നാമ. ഓക്കെ, ഷഹ്നാമ എഴുതിയത് ആരാണ്? കുറച്ച് ഓതേഴ്സിന് പേരാണ് ഷഹ്നാമ. ആരാണ്? ഷഹ്നാമ ഇസ് റിട്ടൺ ബൈ ഫിർദൗസി കേട്ടോ. ഫിർദൗസി. ഷഹ്നാമ റിട്ടൺ ബൈ ഫിർദൗസി. അൽബറൻ ഇതാണ് കിതാബുൽ ഹിന്ദ് അല്ലെങ്കിൽ താരിഖുൽ ഹിന്ദ് കേട്ടോ. കിതാബ് ഉൾ ഹിന്ദ് അല്ലെങ്കിൽ താരിഖ് ഇൽ ഹിന്ദ്. ഓക്കെ, താരിഖ് ഉൾ ഹിന്ദ്. ഓക്കെ, ഇനി ഉദ്ബി എഴുതാണ് കിതാബ് ഉദ് യാമിനി. ഓക്കെ, കിതാബ് ഉദ് യാമിനി. ഓക്കെ, കിതാബ് ഉദ് യാമിനി. അല്ല, ഇവിടെ ഉദ്ബ് എന്നുണ്ടല്ലേ, അപ്പോൾ എന്താണ് ഉദ്ബ് കണക്ട് ചെയ്താൽ മതി. ഉദ്ബ് കണക്ട് ചെയ്താൽ മതി. ഹു among the following was the founder of the ഖിൽജി ഡൈനാസ്റ്റി? ഓക്കെ, ഖിൽജി ഡൈനാസ്റ്റി ഫൗണ്ടറാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതല്ലേ, ജലാലുദ്ദീൻ ഖിൽജി അല്ലേ, സിമ്പിൾ. ജലാലുദ്ദീൻ ഖിൽജി ആണിത് ഖിൽജി ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ എന്നറിയപ്പെട്ടോ. ജലാലുദ്ദീൻ ഖിൽജി. രണ്ടാമത്തെ റോളാണിത് അലാവുദ്ദീൻ ഖിൽജി. ഓക്കെ, അലാവുദ്ദീൻ ഖിൽജി. ആരാണ്? മാലിക് കഫൂർ. അദ്ദേഹത്തിൻ്റെ ആർമി ഓക്കെ ചീഫാണിത് മാലിക് കഫൂർ എന്നറിയപ്പെടുന്നത്. ഓക്കെ, മാലിക് കഫൂർ. ഹു അസൻഡ് ദ ത്രോൺ ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ഗിയാസുദ്ദീൻ തുഗ്ലക്? ഓക്കെ, ഗിയാസുദ്ദീൻ തുഗ്ലക്കിൻ്റെ മരണശേഷം ആരാണ് ത്രോണ് അസെൻഡ് അല്ലെ ആരാണ് അധികാരത്തിൽ വന്നതല്ലേ? നമ്മൾ ഓർഡർ പഠിച്ചായിരുന്നല്ലേ ഓർഡർ. അപ്പോൾ ഈ ഓർഡർ ഓൾറെഡി പഠിച്ചോണ്ട് എന്താണ് ഇനി വരുന്ന ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ പഠിച്ച് വെച്ചോണ്ട് എന്താണ് ഇത് നമുക്ക് സിമ്പിളായിട്ട് ഉത്തരവാൻ പറ്റില്ലേ? നമ്മൾ ഓർഡർ പഠിച്ചായിരുന്നു. ഫസ്റ്റ് ആരാണ്? ഫസ്റ്റ് ഗിയാസുദ്ദീൻ തുഗ്ലക്. അതിനുശേഷം അദ്ദേഹം മരിച്ച ശേഷം അടുത്ത് വരുന്ന ആരാണ്? മുഹമ്മദ് തുഗ്ലക്. അതിനുശേഷമാണെന്ത് പിന്നെ ഫിറോസ് ഷാ തുഗ്ലക്. ഓക്കെ, ലാസ്റ്റ് വരുന്നതാണെന്ത് ലാസ്റ്റ് റൂളാണ് ഈ നസ്രുദ്ദീൻ മുഹമ്മദ് തുഗ്ലക് എന്ന് പറയുന്നത് കേട്ടോ. തുഗ്ലക് ലാസ്റ്റ് റൂളാണിത് നസ്രുദ്ദീൻ മുഹമ്മദ് തുഗ്ലക് എന്ന് പറയുന്നത്. ഹു ഇസ് ദ ഓദർ ഓഫ് ദ പോയം പത്മാവത്? അല്ലേ, നമ്മൾ പറഞ്ഞതല്ലേ പത്മാവതി. നമ്മുടെ രാജാ രത്തൻ സിംഗിനെ അലാവുദ്ദീൻ ഖിൽജി അറ്റാക്ക് ചെയ്യുകയും അതിനെപ്പറ്റി അതിനെപ്പറ്റി അവർ ജൗഹർ മാസ് സൂചന നടത്തി. അതിനെപ്പറ്റി എന്താണ് ആ പോയമാണെന്ത് പത്മാവത് എന്ന് പറയുന്നത്. ഇത് എഴുതിയതാണ് മാലിക് മുഹമ്മദ് ജയ്സി എന്ന് പറഞ്ഞിട്ട്. മാലിക് മുഹമ്മദ് ജയ്സി വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. മാലിക് മുഹമ്മദ് ജയ്സി. അടുത്ത് ഹു അമോങ് ദ ഫോളോയിങ് വാസ് ദ സ്ലേവ് ജനറൽ ഓഫ് അലാവുദ്ദീൻ ഖിൽജി? ആരാണ് സ്ലേവ് ജനറൽ? നമ്മൾ കുറച്ചും പറഞ്ഞായിരുന്നു, നമ്മൾ ഡിസ്കസ് ചെയ്തത് പറഞ്ഞായിരുന്നു മാലിക് കഫൂർ. ഇതുകൊണ്ടാണ് എല്ലാ ഓപ്ഷനും നമ്മൾ പഠിക്കണം അല്ലെങ്കിൽ നോക്കണം എന്ന് പറഞ്ഞൊരു മെയിൻ കാര്യം ഇതാണ്. നമ്മളൊരു ഓപ്ഷനിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ബാക്കിയുള്ള ഓപ്ഷൻസ് കൊണ്ട് നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ പിന്നീട് എന്താണ് അത് ചോദ്യമായിട്ട് വരും. അപ്പോൾ നമുക്ക് എന്താണ് എഴുതാൻ കുറച്ചും കൂടെ എളുപ്പം കാണും. ഓക്കെ, ഹു അമോങ് ദ ഫോളോയിങ് വാസ് സ്ലേവ് ജനറൽ ഓഫ് അലാവുദ്ദീൻ ഖിൽജി? ആരാണ്? മാലിക് കഫൂർ കേട്ടോ, മാലിക് കഫൂർ. ഓക്കെ, തുഗ്രിൽ ആൻഡ് യാക്കൂട്ട്. ഓക്കെ, യാക്കൂട്ട് ആരാണ്? യാക്കൂട്ട് എന്ന് വെച്ചാൽ റസിയ സുൽത്താനയുടെ സ്ലേവ് ആയിരുന്നു കേട്ടോ. റസിയ സുൽത്താനയുടെ സ്ലേവ് ആയിരുന്നത് യാക്കൂട്ട്. തുഗ്രിൽ നമ്മുടെ ഗിയാസുദ്ദീൻ ബാൽബണ്ട്. ഓക്കെ, ഗിയാസുദ്ദീൻ ബാൽബൻ്റെ സ്ലേവ് ആയിരുന്നു തുഗ്രിൽ. ഓക്കെ, ജൗന ഖാൻ എന്ന് പറയുന്നത് നമ്മുടെ മുഹമ്മദ് ബിൻ തുഗ്ലക്കില്ലേ, മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ റിയൽ നെയിം ആട്ടോ ജൗന ഖാൻ. ഓക്കെ, മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ റിയൽ നെയിമാണിത് ജൗന ഖാൻ എന്ന് പറയുന്നത്. ജൗന ഖാൻ. ഡ്യൂറിങ് അലാവുദ്ദീൻ ഖിൽജിസ് റെയിൻ ദ ക്ലോത്ത് മാർക്കറ്റ് വാസ് നോൺ ആസ് ഡാഷ്? ഓക്കെ, അലാവുദ്ദീൻ ഖിൽജി സമയത്ത് ക്ലോത്ത് മാർക്കറ്റിൽ നമ്മൾ നേരത്തെ ഒരു ഓപ്ഷൻ നോക്കിയിട്ടാണല്ലേ ക്ലോത്ത് മാർക്കറ്റ്. ഏതാണ് ക്ലോത്ത് മാർക്കറ്റ്? സാറ ഐ അദൽ അല്ലേ, സാറ ഐ അദലാണിത് ആ സമയത്തെ ക്ലോത്ത് മാർക്കറ്റ് എന്ന് അറിയപ്പെടുന്നത്. ഇനി ദിവാൻ ഐ റിയാസത്ത് ആൻഡ് ഷഹനായി മന്തി. എന്താണ് ഷഹനായി മന്തി? ഇത് രണ്ടും ഈ മാർക്കറ്റ് ഓക്കെ മാർക്കറ്റ് നോക്കി നടത്താക്കാൻ വേണ്ടി എന്താണ് ചീഫാണ്. ഓക്കെ, ഈ മാർക്കറ്റ് നോക്കാൻ വേണ്ടി ഇവർ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്ന ചീഫുകൾക്ക് പറയുന്ന പേരാണെന്ത്? ദിവാൻ ഐ റിയാസത്ത് ആൻഡ് ഷഹനായി മന്തി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ദിവാൻ ഐ റിയാസത്ത്
മിലിറ്ററി ഡിപ്പാർട്ട്മെൻറ്റ് കേട്ടോ, മിലിറ്ററി ഡിപ്പാർട്ട്മെൻ്റ് ആണ് മിലിറ്ററി ഡിപ്പാർട്ട്മെൻ്റ് ആണ് മിലിറ്ററി. ഓക്കെ, ദാഗ്. ഓക്കെ, ദാഗ് എന്ന് വെച്ചാൽ ഈ അലാവുദ്ദീൻ ഖിൽജി കൊണ്ടുവന്ന ഒരു സിസ്റ്റമാണ്. ഓക്കെ, ദാഗ് ആൻഡ് ചെഹ്റ എന്ന് പറയും. ദാഗ് ആൻഡ് ചെഹ്റ. ഓക്കെ, ദാഗ് ആൻഡ് ചെഹ്റ. ഈ ദാഗ് എന്ന് വെച്ചാൽ ബ്രാൻഡിങ് ഓഫ് ഹോഴ്സസ് ആണ്. ഓക്കെ, ബ്രാൻഡിങ് ഓഫ് ഹോഴ്സസ്. ചെഹ്റ എന്ന് വെച്ചാൽ ബയോമെട്രിക് ഓഫ് സോൾജേഴ്സ്. ഓക്കെ, ബയോമെട്രിക് ഇൻഫോർമേഷൻ ഓഫ് സോൾജേഴ്സ്. ഓക്കെ, ബയോമെട്രിക് മീൻസ് അവരുടെ എന്താണ് ഫിംഗർ പ്രിൻറ്റ്സ്, അതുപോലെ ബയോമെട്രിക്സ് എന്താണ് ഫിംഗർ പ്രിൻറ്റ്സ് ഇപ്പോഴത്തെ പോലെ ടെക്നോളജി ഒന്നും അല്ല കേട്ടോ. ആ സമയത്ത് സോൾജേഴ്സിന് എന്തെങ്കിലും മുദ്ര കൊടുക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും. ഓക്കെ, അതാണ് അവർ ബ്രാൻഡിങ്. ഓക്കെ, ബ്രാൻഡിങ് ഓഫ് ഫോഴ്സിന് സെയിം മുദ്ര കൊടുക്കുകയാണ്. ചെഹ്റ എന്ന് വെച്ചാൽ ഇന്ന സോൾജേഴ്സ്, ഏതൊക്കെ സോൾജേഴ്സാണ് നമ്മുടെ ഗ്രൂപ്പിലുള്ളതാണെന്നൊക്കെ അറിയാൻ വേണ്ടി ഒരു സിസ്റ്റം കൊണ്ടുവരണം. ദാഗ് ആൻഡ് ചെഹ്റ, അലാവുദ്ദീൻ ഖിൽജി ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സിസ്റ്റം ആണോ ദാഗ് ആൻഡ് ചെഹ്റ എന്ന് പറയുന്നത്. വിച്ച് ഡൽഹി സുൽത്താൻ ഈസ് കോൾഡ് സെക്കൻഡ് അലക്സാണ്ടർ. ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ്. സെക്കൻഡ് അലക്സാണ്ടർ അറിയപ്പെടുന്നത് ആരാണ്? സെക്കൻഡ് അലക്സാണ്ടർ മാത്രമല്ല, ഓക്കെ, സമുദ്രഗുപ്ത ഓഫ് ഇസ്ലാമിക് ഇന്ത്യ. ഇതാണ് സമുദ്രഗുപ്ത ഓഫ് ഇസ്ലാമിക് ഇന്ത്യ എന്നറിയപ്പെടും. അതുപോലെ സെക്കൻഡ് അലക്സാണ്ടർ അല്ലേ? ഓക്കെ, സിക്കന്ദർ ഐ സൈനി. ഓക്കെ, സിക്കന്ദർ ഐ സൈനി. ഓക്കെ, സിക്കന്ദർ ഐ സൈനി അല്ലെങ്കിൽ സമുദ്രഗുപ്ത ഓഫ് ഇസ്ലാമിക് ഇന്ത്യ എന്നൊക്കെ പേര് അറിയുന്നത് എന്താണ്? ഒരാൾ തന്നെയാണ്. ആരാണ്? അലാവുദ്ദീൻ ഖിൽജി കേട്ടോ. അലാവുദ്ദീൻ ഖിൽജി നോൺ ആസ് സിക്കന്ദർ ഐ സൈനി അല്ലെങ്കിൽ സെക്കൻഡ് അലക്സാണ്ടർ അല്ലെങ്കിൽ സമുദ്രഗുപ്ത ഓഫ് ഇസ്ലാമിക് ഇന്ത്യ. വേർ വാസ് ദ ക്യാപിറ്റൽ ഷിഫ്റ്റഡ് ടു ബൈ മുഹമ്മദ് ബിൻ തുഗ്ലക് ഫ്രം ഡൽഹി. ഓക്കെ, അതായത് മുഹമ്മദ് ബിൻ തുഗ്ലക്. ഓക്കെ, അദ്ദേഹം അറിയപ്പെടുന്നത് അൺഫോർച്ചുനേറ്റ് ഐഡിയോഗ് എന്ന് അറിയപ്പെട്ടു. അൺഫോർച്ചുനേറ്റ് ഐഡിയോഗ് അല്ലെങ്കിൽ വൈസസ്റ്റ് ഫൂള് ആർ അൺഫോർച്ചുനേറ്റ് ഐഡിയോലോഗ് അല്ലെങ്കിൽ വൈസസ്റ്റ് ഫൂളൊക്കെ അറിയപ്പെടുന്നതാണ് ഈ മുഹമ്മദ് ബിൻ തുഗ്ലക്കാണ്. നമ്മൾ തുഗ്ലക് പരിഷ്കാരങ്ങളെന്ന് കേട്ടിട്ടുണ്ടല്ലോ. എന്തുകൊണ്ടാണ്? കാരണം ഇദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്ത പല കാര്യങ്ങളും പാളിപ്പോയി. അതൊരു കാര്യമാണെന്ത്? ഇദ്ദേഹം ക്യാപിറ്റൽ ഡൽഹിയിൽ നിന്ന് ദൗലതാബാദ് അല്ലെങ്കിൽ ദേവഗിരിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ ശ്രമിച്ചത്. ഓക്കെ, ഇദ്ദേഹം കുറച്ചും കൂടെ കൺട്രോൾ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയാണ് ഈ ഷിഫ്റ്റിംഗ് നടത്തിയത്. പക്ഷേ ഇദ്ദേഹം അങ്ങോട്ട് മാറിയപ്പോഴേക്കും അവിടെയും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ഇവിടെയും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായി. വീണ്ടും ഡൽഹിയിലേക്ക് തന്നെ ക്യാപിറ്റൽ തിരിച്ച് മാറ്റം ഉണ്ടായത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വൺ ഓഫ് ദ ഫെയിൽഡ് ഐഡിയാസ് ആയിരുന്നത് ഈ ക്യാപിറ്റൽ ഷിഫ്റ്റ് ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ഥലം ചോദിക്കാറുണ്ട് ദൗലതാബാദ്, അതിന് മറ്റൊരു പേരാണെന്ത്? ദേവഗിരി എന്ന് പറയുന്നത്. ഓക്കെ, നോട്ട് ചെയ്തോ കേട്ടോ. Next, who among the following Moroccan travelers came to India during the reign of Muhammad bin Tughlaq? Okay, മുഹമ്മദ് ബിൻ തുഗ്ലക് സമയത്ത് ഏത് മൊറോക്കൻ ട്രാവലാണ് ഇവിടെ വിസിറ്റ് ചെയ്തത്? ഓക്കെ, അത് ഈബൻ ബത്തൂത്ത കേട്ടോ. ഓക്കെ, ഈബൻ ബത്തൂത്തയാണത് നമ്മുടെ മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ സമയത്ത് വിസിറ്റ് ചെയ്തത്. ഇതുപോലെ ഏതെങ്കിലും ഫോറിൻ ആയിട്ടുള്ള ട്രാവലേഴ്സ്, ഹിസ്റ്റോറിയൻസ് അവരൊക്കെ ഏത് കോർട്ടിലാണ് വിസിറ്റ് ചെയ്തതെന്ന് പഠിക്കണം. അത് വളരെ ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ആൻഷ്യൻ്റ് ഇന്ത്യ പഠിക്കുമ്പോഴും നമ്മുടെ ഹർഷവർദ്ധനയുടെ നമ്മുടെ ഹുയാങ്സാങ്ങിൻ്റെ കേസും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ എല്ലാം ഇമ്പോർട്ടൻ്റ് ആട്ടോ. അതുപോലെ മെഗസ്തനീസ് ഏത് സമയത്ത് ഏത് പീരീഡിലാണ് ആര് വന്നത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്ത് നോക്കണം കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹു ഷിഫ്റ്റഡ് ക്യാപിറ്റൽ ഫ്രം ഡൽഹി ടു ആഗ്ര? ഓക്കെ, ഡൽഹിയിൽ നിന്ന് ആഗ്രയിലേക്ക് ക്യാപിറ്റൽ ഷിഫ്റ്റ് ചെയ്താലാണ് നമ്മൾ നേരത്തെ ഓർമ്മ പഠിച്ചാന്നല്ലേ. അതായത് ലാഹോറിൽ നിന്ന് ഡൽഹിയിലേക്ക് ആരാണ്? ഇൽത്തുമിഷ് ഷിഫ്റ്റിംഗ് നടത്തി. പിന്നീട് നമ്മുടെ മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ഡൽഹിയിൽ നിന്ന് ദൗലതാബാദിലേക്ക് ഷിഫ്റ്റിംഗ് നടത്തി. തിരിച്ച് വീണ്ടും ഡൽഹി തന്നെ കൊണ്ടിട്ടു. ഇനി ഇവിടെ ഈ ഡൽഹിയിൽ നിന്നും ആഗ്രയിലേക്ക് ഒരു ഷിഫ്റ്റിംഗ് നടക്കുന്നുണ്ട്. ആരാണ് അത്? നമ്മുടെ സിക്കന്ദർ ലോധി ആട്ടോ. സിക്കന്ദർ ലോധി ഹി ഫൗണ്ടഡ് സിറ്റി ഓഫ് ആഗ്ര. ഓക്കെ, ഇദ്ദേഹമാണെന്ത്? സിറ്റി ഓഫ് ആഗ്ര ഫൗണ്ട് ചെയ്ത് കേട്ടോ. ഫൗണ്ടഡ് ആഗ്ര. ഓക്കെ, സിറ്റി ഓഫ് ആഗ്ര ഫൗണ്ട് ചെയ്ത് ഇദ്ദേഹമാണ്. ഓക്കെ, സിറ്റി ഓഫ് ആഗ്ര. അടുത്ത് ഇതിൻ്റെ ഓക്കെ, ഇതിൻ്റെ ഓർഡർ എന്ന് പറയാം. ലോധി ഡൈനാസ്റ്റി. ഉണ്ട്, കുഴപ്പമില്ല. പറയാം. ഓക്കെ, നമ്മുടെ ലോധി ഡൈനാസ്റ്റി ഫൗണ്ട് ചെയ്തത്. ഓക്കെ, ലോധി ഡൈനാസ്റ്റിയുടെ ഫസ്റ്റ് റൂൾ എന്നറിയപ്പെടുന്നത് ബഹ്റു ലോധി ആട്ടോ. ബഹ്റു ലോധി. ഓക്കെ, ബഹ്റു ലോധിയാണിത് ഫസ്റ്റ്
ബഹ്ലൂൽ ലോധി. അത് എഴുതണ്ട. ഓക്കെ, ഇദ്ദേഹമാണെന്ത് ലോധി ഡൈനാസ്റ്റിയുടെ ഫസ്റ്റ് റൂളർ. ഓക്കെ, രണ്ടാമത്തെ റൂളാണെന്ത് നമ്മുടെ സിക്കന്ദർ ഐ ലോധി എന്ന് പറയുന്നത്. മൂന്നാമത്തെയാണിത് നമ്മുടെ ഇബ്രാഹിം ലോധി എന്ന് പറയുന്നത്. ഈ ഓർഡേഴ്സ് ഇമ്പോർട്ടൻ്റ് ആട്ടോ, നോട്ട് ചെയ്ത് നോക്കണം കേട്ടോ. ആര് ഏത് സമയത്ത് വന്നെന്ന് നോട്ട് ചെയ്ത് നോക്കണം. ഓക്കെ, ഫസ്റ്റ് ബഹ്ലൂൽ ലോധി, പിന്നെ എന്താണ് സിക്കന്ദർ ലോധി, ലാസ്റ്റ് ആണിത് ഇബ്രാഹിം ലോധി. ഹൂസ് പെൻ നെയിം വാസ് ഗുൽറുഖി. ഓക്കെ, ഗുൽറുഖി എന്നറിയപ്പെടുന്നത് ആരാണ് ഗുൽറുഖി എന്നറിയപ്പെടുന്നത്? ഗുൽറുഖി എന്നറിയപ്പെടുന്നു ആരാണ്? അതും നമ്മുടെ സിക്കന്ദർ ലോധി ആട്ടോ, സിക്കന്ദർ ലോധി. ഓക്കെ, ഹി ഈസ് നോൺ ആസ് ദ ഗുൽറുഖി എന്നറിയപ്പെടും. ഓക്കെ, ഇദ്ദേഹമാണെന്ത് ജോനപൂർ ജോനപൂർ അല്ല കേട്ടോ, സോറി ഇല്ല, സിക്കന്ദർ ലോധി. ഗുൽറുഖി എന്നറിയപ്പെടുന്നത് സിക്കന്ദർ ലോധി ആട്ടോ, സിക്കന്ദർ ലോധി. വിച്ച് ലോധി റൂളേഴ്സ് റിയൽ നെയിം വാസ് നിസാം ഖാൻ. നിസാം ഖാൻ, അത് തന്നെ നിസാം ഖാൻ. സോറി, ഞാൻ നേരത്തെ പറയാൻ ഉദ്ദേശിച്ചതായിരുന്നു. നിസാം ഖാൻ എന്ന പേരുള്ള ആരാണ്? അത് സിക്കന്ദർ ലോധി ആട്ടോ. സിക്കന്ദർ ലോധിയുടെ 3 ക്വസ്റ്റ്യൻ പഠിച്ചല്ലേ, അടുപ്പിച്ച് വന്ന ചോദ്യങ്ങൾ സിക്കന്ദർ ലോധിയെ കുറിച്ച്. എന്താണ് അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള നെയിം? എന്താണ് നിസാം ഖാൻ ആണത് ശരിക്കുള്ള നെയിം അറിയപ്പെടുന്നത്. ഓക്കെ, അതുപോലെ തന്നെ തൊട്ടുമുമ്പ് പഠിച്ചു എന്താണ് ഗുൽറുഖി. ഓക്കെ, പെന്നേമായിട്ടുള്ള ഗുൽറുഖി ആർക്കാണ്? അത് നമ്മുടെ സിക്കന്ദർ ലോധിക്കാണ്. ലാസ്റ്റ് എന്താണ് ക്യാപിറ്റൽ ഡൽഹിയിൽ നിന്നും അതിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് ആരാണ്? ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ആണ് പഠിച്ചത്. ഇനി അടുത്തത് ദ ഡബിൾ ഡോം ഫീച്ചർ ഓഫ് ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചർ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ വിച്ച് ഡൈനാസ്റ്റി? ഓക്കെ, ഡബിൾ ഡോം ഫീച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഏത് ഡൈനാസ്റ്റിയാണ്? ഓക്കെ, ഡബിൾ ഡോം ഫീച്ചർ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ലോധി ഡൈനാസ്റ്റി കേട്ടോ. ലോധി ഡൈനാസ്റ്റി ആണിത് ഈ ഡബിൾ ഡോം ഫീച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ, ലോധി ഡൈനാസ്റ്റി. ഓക്കെ, ലോധി ഡൈനാസ്റ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ട്രാവലർ ഹാസ് ഡിസ്ക്രൈബ്ഡ് വിജയനഗര ആസ് ഗ്ലോറിയസ് ആസ് റോം? ഓക്കെ, ഏത് ട്രാവലറാണ് വിജയനഗര എംപയറിനെ റോമിൻ്റെ അത്രയും ഗ്ലോറിയസ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്? ആരാണ്? ഡൊമിംഗോ പൈസ് ആട്ടോ, ഡൊമിംഗോ. ഓക്കെ, ഡൊമിംഗോ പൈസ്. ഓക്കെ, കൃഷ്ണദേവരായയുടെ ടൈമിലാണിത് വിസിറ്റ് ചെയ്തത് കേട്ടോ. കൃഷ്ണദേവരായയുടെ ടൈമിലാണിത് ഡൊമിംഗോ പൈസ് വിസിറ്റ് ചെയ്ത് കേട്ടോ. നിക്കോളോ ഡി കോണ്ടി. ഓക്കെ, ദേവരായ 1 സമയത്ത് വിസിറ്റ് ചെയ്ത ആളാണ്. ഓക്കെ, ദേവരായ 1 സമയത്ത് വിസിറ്റ് ചെയ്ത കേട്ടോ. ഫെർണൗ ആൻഡ് നുനീസ്. ഓക്കെ, അച്യുതരായയുടെ സമയത്ത് വിസിറ്റ് ചെയ്ത കേട്ടോ. അച്യുതരായയുടെ സമയത്ത് വിസിറ്റ് ചെയ്താണിത് ഫെർണൗ നുനീസ്. ഓക്കെ, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഓരോ ആൾക്കാർ ഏത് ടൈമിലാണ് എന്താണ് വിസിറ്റ് ചെയ്യുന്നതൊക്കെ ചോദിക്കാം. ഓക്കെ, ഇപ്പോൾ ഡൊമിംഗോ പൈസ് ആണിത് വിജയനഗര എംപയറിനെ ഗ്ലോറിയസ് ആസ് റോം എന്ന് ഡിസ്ക്രൈബ് ചെയ്തു. ഓക്കെ, ഇത് കൃഷ്ണദേവരായയുടെ ടൈമിലാണിത് ഇദ്ദേഹം വന്നത്. ആൻഡ് നിക്കോളോ ഡി കോണ്ടി ദേവരായ 1 സമയത്താണ് വന്നത്. ആൻഡ് ഫെർണൗ നുനീസ് അച്യുതരായയുടെ സമയത്താണിത് വന്നത്. ഓക്കെ, നെക്സ്റ്റ്, കോയിൻ ഇഷ്യൂഡ് ബൈ ഷേർ ഷാ അല്ലേ. നമ്മൾ കുറച്ചും പേര് കോയിൻ പഠിച്ചായിരുന്നു അല്ലേ, കോപ്പർ ജിത്തൽ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ, തങ്ക ആൻഡ് സിൽവർ തങ്ക. ആരായിരുന്നു? ഇൽത്തുമിഷ് അല്ലേ, ഇൽത്തുമിഷ് ആയിരുന്നു എന്ത് അത് ഇഷ്യൂ ചെയ്തിരുന്നത്. ഇനി ഷേർഷാ എന്ന് പറയുന്ന കോയിൻ, ഓക്കെ ഷേർഷാ ഇഷ്യൂ ചെയ്ത കോയിൻ ഏതാണ്? റുപ്പിയ ആട്ടോ, റുപ്പിയ. ഓക്കെ, ഫരീദ് ഖാൻ എന്നാണ് ഷേർഷയുടെ റിയൽ നെയിം കേട്ടോ, ഫരീദ് ഖാൻ. ഓക്കെ, ഫരീദ് ഖാൻ. ഓക്കെ, ഷേർഷാ സൂരിയുടെ റിയൽ നെയിമാണിത് ഫരീദ് ഖാൻ. ഓക്കെ, ഇദ്ദേഹം ഇഷ്യൂ ചെയ്താണിത് റുപ്പിയ എന്ന് പറയുന്നത്, റുപ്പിയ. ഓക്കെ, അതുപോലെ നമ്മുടെ GT റോഡ്, ഗ്രാൻഡ് ട്രങ്ക് റോഡ് ഒക്കെ ബിൽഡ് ചെയ്തതാണ് അത് നമ്മുടെ ഷേർഷാ സൂരിയാണ് കേട്ടോ. ഓക്കെ, തങ്ക ആൻഡ് ജിത്തൽ അല്ലേ, തങ്ക ആൻഡ് ജിത്തൽ നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ. രണ്ടുപേരാണ്, 2 ഇൽത്തുമിഷ് അല്ലേ, ഇൽത്തുമിഷ് കൊണ്ടുവന്നായിരുന്നു അല്ലേ, തങ്ക ആൻഡ് ജിത്തൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇൻ വിച്ച് ബാറ്റിൽ ബാബർ ഡിഫീറ്റഡ് മേദിനി റായ്? ഓക്കെ, ബാബറിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 ബാറ്റിൽസ് ഉണ്ട്. ഈ 4 ബാറ്റിൽസും വളരെയേറെ ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ്. ഓക്കെ, ഇതെങ്ങനെ പഠിക്കാം നമുക്ക് നോക്കാം. ഓക്കെ, ഇത് 4 എന്താണ്? ഇത് 4 ബാബറിൻ്റെ ബാറ്റിൽസ് ആണ്. ഓക്കെ, ഇത് നമുക്ക് ഒരു ഓർഡർ പഠിക്കാം. അതായത് PKCG. ഈ ഒരു കോഡ് നിങ്ങൾ ഓർത്തിരിക്കുക. എന്താണ് PKCG? ഇത് ഉണ്ടെങ്കിലുള്ള ഗുണം എന്ന് വെച്ചാൽ നമുക്ക് എന്താണ് ഓരോ ബാറ്റിൽസും ഓരോ വർഷവും എന്താണ് സിമ്പിളായിട്ട് പഠിക്കാൻ സാധിക്കും. അതായത് PKCG കേട്ടോ, നോക്കിയോ, PKCG. ഓക്കെ, ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട്. ഓക്കെ, P എന്ന് പറയുമ്പോൾ എന്താണ്? ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് 1526. ഇനി അടുത്തത് എന്താണ്? ബാറ്റിൽ ഓഫ് കാൻവേ ആണ് 27. ഓക്കെ, 1527. അടുത്തത് C, ബാറ്റിൽ ഓഫ് ചന്ദേരി ആണ്. ഓക്കെ, 1528. ലാസ്റ്റ് വൺ G, ബാറ്റിൽ ഓഫ് ഘാഗ്രയാണ് 1529. ഈ 4 ബാറ്റിൽസ് എന്താണ്? ഈ 4 ബാറ്റിൽസും ഈ ഓർഡർ എന്താണ്? PKCG എന്ന് പഠിച്ചു നോക്കുക. ഇനി ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് എന്താണ്? ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് 1526. ബാബർ വേഴ്സസ് ഇബ്രാഹിം ലോധി അല്ലേ, ബാബർ. എല്ലാം ബാബറാണ്, അതുകൊണ്ട് ബാബർ എഴുതുന്നില്ല. ബാബർ വേഴ്സസ് ഇബ്രാഹിം ലോധി ആയിരുന്നത് ഫസ്റ്റ്. ഓക്കെ,
സെക്കൻഡ് ആണെന്ത് സെക്കൻഡ് ബാറ്റിൽ ഓഫ് കാൻവ ഓക്കെ റാണ സംഘ ഓക്കെ റാണ സംഘ വേഴ്സസ് റാണ സംഘ. ആൻഡ് തേർഡ് വൺ എന്നാണ് തേർഡ് വൺ ബാറ്റിൽ ഓഫ് ചന്ദേരി ഓക്കെ മേധിനി റായ് ഓക്കെ മേധിനി റായ്. ആൻഡ് ലാസ്റ്റ് വൺ ബാറ്റിൽ ഓഫ് ഘാഗ്ര ഓക്കെ മുഹമ്മദ് ലോധി ഓക്കെ മുഹമ്മദ് ലോധി ബാബർ വേഴ്സസ് മുഹമ്മദ് ലോധി. ഇത് നാലും എന്താണ് ഇത് നാലും ഓർഡറിൽ നോക്കി വെക്കുക കേട്ടോ. ഏത് ചോദ്യം വെച്ചാൽ എന്താണ് നിങ്ങൾക്കത് എഴുതാൻ പറ്റും. അതായത് PKCG എന്ന ഓർഡർ നോട്ടി വെക്കുക. P ഫോർ എന്താണ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട്, K ഫോർ എന്താണ് ബാറ്റിൽ ഓഫ് കാൻവ, C ഫോർ ബാറ്റിൽ ഓഫ് ചന്ദേരി ആൻഡ് G ഫോർ ബാറ്റിൽ ഓഫ് ഘാഗ്ര. ഇനി ആരൊക്കെയാണ് ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് നമ്മൾ പറഞ്ഞു ആരാണ് ഇബ്രാഹിം ലോധി ബാബർ വേഴ്സസ് ഇബ്രാഹിം ലോധി. രണ്ടാമത് കാൻവ ആരാണ് ബാബർ വേഴ്സസ് റാണ സംഘ. തേർഡ് ചന്ദേരി ആണ് ആരാണ് വർഷം 1928 ബാബർ വേഴ്സസ് മേജർ റായ്. ആൻഡ് ലാസ്റ്റ് വൺ ഘാഗ്ര മുഹമ്മദ് ലോധി ഓക്കെ ബാബർ വേഴ്സസ് മുഹമ്മദ് ലോധി. എല്ലാം ബാബറാണ് ഓക്കെ ബാബർ വേഴ്സസ് ആണ് കംപ്ലീറ്റ് വരുന്നത് ഓക്കെ കംപ്ലീറ്റ് എന്താണ് ബാബർ വേഴ്സസ് ആണെന്ത് ഈ റൂളേഴ്സിന് വരുന്നത്. അപ്പോൾ ഈ 4 ബാലൻസ് എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്, നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത് ഹു ഈസ് നോൺ ആസ് ആന്ധ്ര കവിത പിതാമഹ ഓക്കെ ഹു ഈസ് നോൺ ആസ് ആന്ധ്ര കവിത പിതാമഹ. ചെറിയൊരു കൺഫ്യൂസിങ് ചോദ്യമാണ് കേട്ടോ. നിങ്ങൾ ഈ ചോദ്യം കാണുമ്പോഴേക്കും പെട്ടെന്ന് കൃഷ്ണദേവരായയിലേക്ക് നിങ്ങൾ പോകും ഓക്കെ. നിങ്ങൾ ശ്രദ്ധിക്കുക ആന്ധ്ര കവിത പിതാമഹ എന്നാണ്. ഇവിടെ ഇടയ്ക്കൊരു കവിതയുണ്ട്. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി. പെട്ടെന്ന് നമ്മൾ കാണുമ്പോൾ എന്താണ് കൃഷ്ണദേവരായ ശരിയായ ഓപ്ഷൻ നമുക്ക് ചിന്തിക്കാം. പക്ഷേ എന്താണ് കൃഷ്ണദേവരായ അല്ല ഓക്കെ. അതായത് അല്ലസന്നി പെടന്ന ഓക്കെ അല്ലസന്നി പെടനയാണ് എന്ത് ആന്ധ്ര കവിത പിതാമഹ എന്ന് അറിയപ്പെടുന്നത്. കൃഷ്ണദേവരായ അറിയപ്പെടുന്നത് ആന്ധ്ര പിതാമഹ ഓക്കെ ആന്ധ്ര പിതാമഹ അല്ലെങ്കിൽ ആന്ധ്ര ഭോജ അല്ലെങ്കിൽ എന്താണ് അഭിനവ പിതാമഹ ഓക്കെ ആന്ധ്ര പിതാമഹ അല്ലെങ്കിൽ അഭിനവ ഭോജ. ഈ 3 പേരിലാണ് എന്ത് നമ്മുടെ കൃഷ്ണദേവരായ അറിയപ്പെടുന്നത്. ആന്ധ്ര കവിത പിതാമഹ അറിയപ്പെടുന്നത് അല്ലസന്നി പെടന കേട്ടോ അല്ലസന്നി പെടന ഓക്കെ നോട്ട് ചെയ്ത് നോക്കുക. ആന്ധ്ര കവിതാ പിതാമഹ എന്നുണ്ടെങ്കിൽ അത് അല്ലസന്നി പെടനയാണ് ഓക്കെ. ചിറ്റൂർഗാർഗ് ഫോർട്ട് ഈസ് ഇൻ ഡാഷ്. ചിറ്റൂർഗാർഗ് ഫോർട്ട് ഏത് സ്റ്റേറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്? ചിറ്റൂർഗാർഗ് ഫോർട്ട് എവിടെയാണ്? ചിറ്റൂർഗാർഗ് ഫോർട്ട് സ്ഥിതി എവിടെയാണ്? രാജസ്ഥാൻ ആട്ടോ രാജസ്ഥാൻ. ചിറ്റൂർഗാർഗ് ഫോർട്ട് ഈസ് ഇൻ രാജസ്ഥാൻ. ടു വിച്ച് ഡൈനാസ്റ്റി കൃഷ്ണദേവരായ ദ മോസ്റ്റ് ഫേമസ് റൂളർ ഓഫ് വിജയനഗര എംപയർ ബിലോങ്സ് ടു അല്ലേ? നമ്മൾ പഠിച്ചായിരുന്നല്ലോ ഓൾറെഡി. വിജയനഗര എംപയറിൻ്റെ ഒരു റൂളറായിരുന്നു കൃഷ്ണദേവരായ നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ? പക്ഷേ എന്താണ് ഈ വിജയനഗര എംപയർ തന്നെ എന്താണ് 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ. ഫസ്റ്റ് ഡൈനാസ്റ്റി ആണെന്ത് സംഗമ ഡൈനാസ്റ്റി എന്നറിയപ്പെടുന്നത്. രണ്ടാമത്തെ ആണെന്ത് സാലുവ ഡൈനാസ്റ്റി. മൂന്നാമത്തെ ആണെന്ത് തുളുവ ഡൈനാസ്റ്റി. നാലാമത്തെ ആണെന്ത് അരവിഡു ഡൈനാസ്റ്റി. ഇതാണെന്ത് വിജയനഗര എംപയറിലെ 4 ഡൈനാസ്റ്റീസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഫസ്റ്റ് ഡൈനാസ്റ്റി ഓക്കെ സംഗമ ഡൈനാസ്റ്റി ആരാണ്? ഹരിഹര 1 ആട്ടോ. ഹരിഹര 1 ആണിത് ഇത് ഫൗണ്ട് ചെയ്തിരിക്കുന്നത്. ഹരിഹര 1 ആണിത് സംഗമ ഡൈനാസ്റ്റി ഫൗണ്ട് ചെയ്തിരിക്കുന്നു. ഇനി സാലുവ ഡൈനാസ്റ്റി എന്താണ്? സാലുവ നരസിംഹയാണ് ഓക്കെ സാലുവ നരസിംഹയാണിത് രണ്ടാമത്തെ ഫൗണ്ട് ചെയ്തിരിക്കുന്നത്. ഇനി തുടുവ ഡൈനാസ്റ്റി ഓക്കെ അത് വീര നരസിംഹ ആട്ടോ. തുടുവ ഡൈനാസ്റ്റി വീര നരസിംഹ. ഇതിനകത്താണെന്ത് നമ്മുടെ കൃഷ്ണദേവരായർ കേട്ടോ. ഇതിനകത്താണ് നമ്മുടെ കൃഷ്ണദേവരായർ ഉള്ളത് തുളുവ ഡൈനാസ്റ്റിയിൽ ഓക്കെ. തുളുവ ഡൈനാസ്റ്റിയാണ് അപ്പം കറക്റ്റ് ആൻസർ കേട്ടോ തുളുവ ഡൈനാസ്റ്റി. ലാസ്റ്റ് വൺ അരവിഡു ഡൈനാസ്റ്റി ഓക്കെ അത് തിരുമൽ ദേവരായാണ് ഫൗണ്ട് ചെയ്തിരിക്കുന്നത്. തിരുമൽ ദേവരായ ഓക്കെ. നമ്മളൊരു ചോദ്യം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ ഓപ്ഷനും എന്താണ് നോക്കി പോകണം. തിരുമൽ ദേവരായാണെന്ത് അരു ഡൈനാസ്റ്റി ഫൗണ്ട് ചെയ്തിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഒറ്റ ചോദ്യം പഠിച്ചു പ്ലസ് എന്താണ് ഒരു ചോദ്യം പഠിച്ചു 4 ഉത്തരങ്ങളും പഠിച്ചു അല്ലേ? ഉത്തരങ്ങൾ പോയി. അപ്പം ആരാണ് വിജയനഗര എംപയറിൽ കൃഷ്ണദേവരായ ഏതാണ്? തുളുവ ഡൈനാസ്റ്റിയാണ്. ബാക്കിയുള്ള ഡൈനാസ്റ്റി ഏതൊക്കെ അതിൻ്റെ ഓർഡർ ഏതാണ് അതുപോലെ തന്നെ ആരൊക്കെയാണ് അതിൻ്റെ ഫൗണ്ടർ എന്നും നോക്കിയിട്ടുണ്ട്. ഹു അമോങ് ദ ഫോളോയിങ് വിജയനഗര റൂളേഴ്സ് മാരിഡ് ഹിസ് ഡോക്ടർ ടു ഫിറോസ് ഷാ ബാഹുമണി ഓക്കെ. ഫിറോസ് ഷാ ബാഹുമണിക്ക് അദ്ദേഹത്തിൻ്റെ ഡോക്ടറെ മാരി ചെയ്ത് കൊടുത്ത് താഴെ കൊടുത്തിരിക്കുന്നത് ഏത് ഓക്കെ അത് ദേവരായ 1 ആട്ടോ ഓക്കെ. ദേവരായ 1 ഒരു ഇമ്പോർട്ടൻറ്റ് ചോദ്യം ആട്ടോ. ദേവരായ 1 മാരിഡ് ഹിസ് ഡോക്ടർ ടു ഫിറോസ് ഷാ ബാഹുമണി ഓക്കെ. ബാഹുമണി കിങ്ഡത്തിലെ ഫിറോസ് ഷാ ബാഹുമണിക്ക് എന്താണ് മാരി ചെയ്ത് കൊടുത്തു. അടുത്ത ദ ഫൗണ്ടേഴ്സ് ഓഫ് വിജയനഗര എംപയർ വെർ ദ ഫ്യൂഡേറ്ററീസ് ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡൈനാസ്റ്റീസ് ഓക്കെ. അതായത് നമ്മുടെ വിജയനഗര എംപയർ ഏത് ഡൈനാസ്റ്റിയുടെ ഫ്യൂഡേറ്ററീസ് ആയിരുന്നു? ഏതാണ്? കക്കാദിയ ഡൈനാസ്റ്റി ആട്ടോ. കക്കാദിയ ഡൈനാസ്റ്റി ഓക്കെ. കക്കാദിയ ഡൈനാസ്റ്റിയുടെ ഫ്യൂഡേറ്ററീസ് ആണിത് വിജയനഗര എംപയറിലെ ആൾക്കാരെന്ന് അറിയപ്പെടുന്നത്. ഇൻ വിച്ച് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ ഈസ് ദ ഷേർഷാസ് ടോംബ് ലൊക്കേറ്റഡ് ഓക്കെ. ഷേർഷായുടെ ടോംബ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഓക്കെ. ഈ പ്രൊമിനൻ്റ് ആയിട്ടുള്ള റൂളേഴ്സിൻ്റെയൊക്കെ
ടോംബ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, എപ്പോഴും ചോദിക്കാറുണ്ട് നമ്മുടെ ഡൽഹി സുൽത്താനായിട്ടാണെങ്കിലും അതുപോലെ തന്നെ മുഗൾ എംപയർ അങ്ങനെയൊക്കെ എല്ലാത്തിനും ടോംബ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. ഏതാണ്? ബീഹാറിലാട്ടോ. ബീഹാറിലെ സസാരം എന്ന് പറയുന്ന സ്ഥലത്താട്ടോ, സസാരം. ഓക്കെ, ബീഹാറിലെ സസാരത്താണെന്ത് ഷേർഷാ സൂരിയുടെ ടോംബ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സിറ്റീസ് വാസ് ബിൽഡ് ബൈ ഹുമയൂൺ അറ്റ് ഡൽഹി? ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് സിറ്റിയാണെന്ത് ഹുമയൂൺ ബിൽഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ? ഹുമയൂൺ ബിൽഡ് ദിൻപന. ഓക്കെ, ദിൻപന എന്താണ്? അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് ക്യാപിറ്റൽ ആയിരുന്നു. സെക്കൻഡ് ക്യാപിറ്റൽ അങ്ങനെ ചോദ്യം വന്നിട്ടുണ്ട്. സെക്കൻഡ് ക്യാപിറ്റൽ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ സെക്കൻഡ് ക്യാപിറ്റൽ ഓഫ് ഹുമയൂൺ? അങ്ങനെ ചോദിക്കാം. ഏതാണ് സെക്കൻഡ് ക്യാപിറ്റൽ എന്ന് അറിയപ്പെടുന്നത്? ദിൻപന കേട്ടോ. ദിൻപന അറ്റ് ഡൽഹി. ഓക്കെ, ദിൻപന. Who among the following succeeded the throne of the Mughal dynasty in India after Akbar? ഓക്കെ, അതായത് അക്ബറിന് ശേഷം ആരാണ് വന്നത്? ഇത് എപ്പോഴും ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ചോദ്യമാണ്. ഓക്കെ, ഈ അക്ബറിന് ശേഷം ആരാണ്, ഹുമയൂണിന് ശേഷം ആരാണ്? ഓക്കെ, അപ്പോൾ അത് പഠിക്കാൻ നമുക്കൊരു കോഡുണ്ട്. ഓക്കെ, എന്താണ്? BHAJSHA, ബാദ്ഷാ എന്ന് പറയും. ബാദ്ഷാ. ഓക്കെ, ബാദ്ഷാ. അതായത് ഫസ്റ്റ് ബി ഫോർ ബാബർ ആണ്. ഓക്കെ, ബി ഫോർ ബാബർ. ഓക്കെ, ബാദ്ഷാ. BHAJSHA, ബാദ്ഷാ. ഇങ്ങനെ പഠിച്ചാൽ കേട്ടോ, ബാദ്ഷാ. ഫസ്റ്റ് ആരാണ്? ഫസ്റ്റ് വൺ ബാബർ ആണ്, ബാബർ. സെക്കൻഡ് വൺ ഹുമയൂൺ ആണ്, ഹുമയൂൺ. തേർഡ് വൺ അക്ബർ ആണ്, അക്ബർ. ഫോർത്ത് വൺ ജഹാംഗീർ ആണ്, ജഹാംഗീർ. ആൻഡ് ഷാജഹാൻ. ഓക്കെ, ഷാജഹാൻ. ആൻഡ് ലാസ്റ്റ് വൺ ഔറംഗസേബ്. ഓക്കെ, ഈ ഓർഡർ ഉണ്ടെങ്കിൽ എന്താണ് നമുക്ക് പഠിക്കാൻ ഒരു എളുപ്പമുണ്ട്. ഓക്കെ, ബാദ്ഷാ. അതുപോലെ തന്നെ ഇവരുടെ ടോംബ്. ഓക്കെ, ടോംബിന് KD സ്ലാഡ് എന്ന് പഠിക്കുക. KD സ്ലാഡ്. ഇതാണ് KD സ്ലാഡ്. ഓക്കെ, K ഫോർ കാബുൾ, D ഫോർ ഡൽഹി, S ഫോർ സിക്കന്ദാര. ഓക്കെ, L ഫോർ ലാഹോർ, A ഫോർ ആഗ്ര. ഓക്കെ, ഡൽഹി ആൻഡ് ലാസ്റ്റ് D ഉണ്ടല്ലേ, KD സ്ലാഡ്. ഔറംഗസേബ് KD. ഓക്കെ, വീണ്ടും നോക്കട്ടെ. KD. ഓക്കെ, ഔറംഗസേബ് ദൗലാദാബാദ് ആട്ടോ, ദൗലാദാബാദ്. ഓക്കെ, ദൗലാദാബാദ്. ഓക്കെ, 2 D വന്നുകൊണ്ട് കൺഫ്യൂഷൻ വന്നതാണ്. ഓക്കെ, ഡൽഹി ആൻഡ് ദൗലാദാബാദ്. ഓക്കെ, ഇതിനകത്ത് ഇത് മാത്രം എന്താണ് ഡബിൾ ബറിയിലുള്ളതാണ്. കാരണം ബാബറിനെ നമ്മൾ ഫസ്റ്റ് ആഗ്രയിലാണ് ബറി ചെയ്തിരുന്നത്. പിന്നീട് എന്താണത് കാബൂളിലേക്ക് മാറ്റിയത്. അപ്പോൾ ഡബിൾ ബറിയിലുള്ളത് ആർക്കാണ്? അത് ബാബറിനാണെന്ന് ഒന്ന് നോട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഡബിൾ ബറിയിലുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണെന്ത് ഈ കിങ്ഡത്തിൻ്റെ മുഗൾ ഡൈനാസ്റ്റിയുടെ ഓർഡർ. ഏത് ഓർഡറിലാണ്, അതുപോലെ തന്നെ ഇവരുടെ ടോംബൊക്കെ എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇത് രണ്ടും ഓർഡർ നോട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. നെക്സ്റ്റ്, വിച്ച് ബാറ്റിൽ ലെഡ് ടു ദ ഡിസ്ട്രക്ഷൻ ഓഫ് ദ വിജയനഗര എംപയർ? ഓക്കെ, വിജയനഗര എംപയറിൻ്റെ ഡിസ്ട്രക്ഷൻ. ഓക്കെ, ഏത് ബാറ്റിലൂടെയാണ്? ബാറ്റിൽ ഓഫ് തളിക്കോട്ട ആട്ടോ. ബാറ്റിൽ ഓഫ് തളിക്കോട്ട. ഓക്കെ, ബാറ്റിൽ ഓഫ് തളിക്കോട്ട 1565. ബാറ്റിൽ ഓഫ് ഹൽദിഘട്ടി എന്താണ്? ആരാണ്? അക്ബർ വേഴ്സസ് മഹാറാണ പ്രതാപ് കേട്ടോ. ഓക്കെ, അത് 1576. ആൻഡ് ബാറ്റിൽ ഓഫ് സിർഹിന്ദ് 1555. ഓക്കെ, അത് ഹുമയൂൺ വേഴ്സസ് ഷേർഷാ സൂരിയാണ്. ഓക്കെ, ഹുമയൂൺ. അതായത് ഹുമയൂണിന് 3 ബാറ്റിൽസ് ഉണ്ടായിരുന്നു. ബാറ്റിൽ ഓഫ് ചൗസ ഉണ്ട്, ബാറ്റിൽ ഓഫ് കനൗജ് ഉണ്ട്, ആൻഡ് ബാറ്റിൽ ഓഫ് സിർഹിന്ദ് ഉണ്ട്. ഓക്കെ, അതായത് ഒരു 15 വർഷം എന്താണ്? 15 വർഷം ഈ ഷേർഷാ സൂരി അദ്ദേഹത്തിന് ഡിഫീറ്റ് ചെയ്ത ശേഷം 15 വർഷം അദ്ദേഹം എന്താണ് ഒളിവിൽ പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം തിരിച്ചു വന്നിട്ട് എന്താണ് ഷേർഷാ സൂരിനെ ബീറ്റ് ചെയ്തതാണ് 1555 ബാറ്റിൽ എന്ന് പറയുന്നത് കേട്ടോ. 1555. ഓക്കെ, ബാറ്റിൽ ഓഫ് സിർഹിന്ദ്. നെക്സ്റ്റ്, ഹു അമംഗ് ദ ഫോളോയിങ് വാസ് ഡിഫീറ്റഡ് ഇൻ ദ ബാറ്റിൽ ഓഫ് കനൗജ് ഇൻ 1540 അല്ലേ? നമ്മളിപ്പോൾ പറഞ്ഞോളൂ അല്ലേ, ഹുമയൂണിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. ആരാണ് ഡിഫീറ്റ് ചെയ്യപ്പെട്ടത്? ഹുമയൂൺ ആണ് കേട്ടോ. ബാറ്റിൽ ഓഫ് കനൗജ് അല്ലെങ്കിൽ ബിൽഗ്രിം എന്ന് പറയും. ഓക്കെ, ബിൽഗ്രിം. ബാറ്റിൽ ഓഫ് കനൗജ് അല്ലെങ്കിൽ മറ്റൊരു പേരാണ് ബാറ്റിൽ ഓഫ് ബിൽഗ്രിം. ഇനി ബാറ്റിൽ ഓഫ് ചൗസ. ബാറ്റിൽ ഓഫ് ചൗസ. ഓക്കെ, അത് 1539 ആണ്. അതേതാണ്? അതും
ഹുമയൂൺ വേഴ്സസ് ഷേർഷാ തന്നെയാണ് കേട്ടോ. രണ്ടിലും എന്താണ്, രണ്ടിലും ഹുമയൂൺ ഡിഫീറ്റ് ചെയ്യപ്പെടുകയായിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞ പോലെ 15 വർഷം എന്താണ് അദ്ദേഹം ഒളിവിൽ പോവുകയും പിന്നെ ബാറ്റിൽ ഓഫ് സിർഹിന്ദ് നടക്കുകയും ചെയ്തു കേട്ടോ, സിർഹിന്ദ്. നെക്സ്റ്റ്, ബാബർ ഡിഫീറ്റഡ് മുഹമ്മദ് ലോധി ആൻഡ് സുൽത്താൻ നുസ്രുട്ട് ഖാൻ ഇൻ ദ ബാറ്റിൽ ഓഫ് ഡാഷ്. ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നല്ലോ, നേരത്തെ നമ്മൾ 4 ബാറ്റിൽസ് പഠിച്ചായിരുന്നു, PKCG എന്നൊക്കെ പറഞ്ഞ്. ഓക്കെ, ആ ഓർഡർ പഠിച്ചിരുന്നെങ്കിൽ നമുക്ക് എളുപ്പമുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഏതാ നോക്കി, സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് ആണോ? അല്ല, സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ടിൽ 1556 സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് നടന്നത്. അപ്പോൾ അതാണോ? അതല്ല. ഓക്കെ, ബാറ്റിൽ ഓഫ് കാൻവേ ആണോ? നോക്കി, ബാറ്റിൽ ഓഫ് ചൗസ ആണോ? ബാറ്റിൽ ഓഫ് ചൗസ അല്ല അല്ലേ. ബാറ്റിൽ ഓഫ് ചൗസ ആരാണ്? അത് ഹുമയൂണിൻ്റെ അല്ലേ, ഹുമയൂണിൻ്റെ. ഇനി സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് ആണോ? അതുമല്ല. ഓക്കെ, ബാബറിൻ്റെ കേസ് വെച്ചേക്കാം. അപ്പോൾ ബാറ്റിൽ ഓഫ് കാൻവയോ ബാറ്റിൽ ഓഫ് കാഗ്രയാണ്. ഏതാണ് രണ്ടാമത്തെ ആയിരുന്നു? ബാറ്റിൽ ഓഫ് PKCG അല്ലേ. PKCG. കെ ആരായിരുന്നു? അത് റാണാ സംഖ്യ ആയിരുന്നു. സി ആരായിരുന്നു? മേജർ റായ് ആയിരുന്നു. അപ്പോൾ ജി ഗാഗ്ര. അപ്പോൾ എന്താണ്, ബാറ്റിൽ ഓഫ് ഗാഗ്രയാണെന്ത്, മുഹമ്മദ് ലോധി വേഴ്സസ് ബാബർ എന്ന് പറയുന്നത് കേട്ടോ. മുഹമ്മദ് ലോധി വേഴ്സസ് ബാബർ. ഇങ്ങനെ എന്താണ്, ഇങ്ങനെ നമുക്ക് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തും കണ്ടുപിടിക്കാം. ഓക്കെ, നെക്സ്റ്റ്, ഉദയ്പൂർ വാസ് ഫൗണ്ടഡ് ബൈ ഡാഷ് ആഫ്റ്റർ ദ ഫാൾ ഓഫ് ചിറ്റൂർ ടു അക്ബർ ഇൻ 1578 അല്ലേ, 68. ഓക്കെ, അപ്പം ഈ ഒരു ചോദ്യം നോക്കുക. ചിലപ്പോൾ നെക്സ്റ്റ് തവണ ചോദിക്കാൻ പോകുന്നത് ഇത് ഏത് വർഷമാണ്, ഈ വർഷമായിരിക്കും തിരിച്ച് ചോദിക്കാൻ പോകുന്നത്. ഇപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റൻ തന്നു, 1561 തന്നു അല്ലേ. ഇനി അടുത്താണ് ചോദിക്കാൻ പോകുന്നത്, അതിൻ്റെ ഉത്തരം നോക്കാം. ഉദയ്പൂർ വാസ് ഫൗണ്ടഡ് ബൈ ആരാണ്? എന്താ ഓപ്ഷൻ വളരെ എളുപ്പമുണ്ടല്ലോ, റാണ ഉദയ് സിംഗ് എന്നുണ്ടല്ലേ. അപ്പോൾ ആരായിരിക്കും? റാണ ഉദയ് സിംഗ് ആണെന്ത് ഉദയ്പൂർ സിറ്റി ഫൗണ്ട് ചെയ്തത് അല്ലേ. ഇനി അത് ഏത് വർഷമാണ്? ഓക്കെ, ഫാൾ ഓഫ് ചിറ്റൂർ ടു അക്ബർ ഇൻ 1568. ഈ വർഷം നോട്ട് ചെയ്ത് നോക്കുക. എന്താണ് ഇനി വർഷം ചോദിക്കാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ്, ഹൂ ബിൽഡ് ശേഷ് മഹൽ ഇൻ ആഗ്ര. ഓക്കെ, ശേഷ് മഹൽ ബിൽഡ് ചെയ്ത ആരാണ്? ശേഷ് മഹൽ റെഡ് ഫോർട്ടിലുള്ള ശേഷ് മഹൽ ഏതാണ്? ആരാണ്? ഷാജഹാൻ ആട്ടോ, ഷാജഹാൻ. ഓക്കെ, നമ്മുടെ താജ്മഹലൊക്കെ ബിൽഡ് ചെയ്ത ഷാജഹാൻ ആണത് ശേഷ് മഹാളും ബിൽഡ് ചെയ്ത് കേട്ടോ. ഓക്കെ, താജ്മഹലാണ്. ശേഷ് മഹൽ വാസ് ബിൽഡ് ബൈ ആരാണ്? ഹു അമോങ് ദ ഫോളോയിങ് മുഗൾ എംപറേഴ്സ് അസ്യൂം ടൈറ്റിൽ ഓഫ് അലാംഗീർ വേൾഡ് കോൺഗർ. ഓക്കെ, അലാംഗീർ അല്ലെങ്കിൽ വേൾഡ് കോൺഗർ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? വേൾഡ് കോൺഗർ ഔറംഗസേബ് ആട്ടോ, ഔറംഗസേബ്. ഓക്കെ, അലാംഗീർ അല്ലെങ്കിൽ വേൾഡ് കോൺ. ഇനി കിങ് ഓഫ് ദ വേൾഡ് എന്ന് അറിയപ്പെടുന്ന ആരാണ്? അത് ഷാജഹാൻ ആട്ടോ, കിങ് ഓഫ് ദ വേൾഡ്. ഓക്കെ, കിങ് ഓഫ് ദ വേൾഡ് എന്ന് അറിയപ്പെടുന്നത് ഷാജഹാൻ ആട്ടോ, കിങ് ഓഫ് ദ വേൾഡ് ഷാജഹാൻ. നെക്സ്റ്റ്, ഹു അമോങ് ദ ഫോളോയിങ് മുഗൾ എംപേഴ്സ് ഹാഡ് അസ്യൂംഡ് ടൈറ്റിൽ ഓഫ് ബാദ്ഷാ. ഓക്കെ, ഇത് പഠിക്കാൻ എളുപ്പമുണ്ട്. ബാദ്ഷാ ബി അല്ലേ. അപ്പോൾ ആരായിരിക്കും? ബി ആയതുകൊണ്ട് നമ്മുടെ ഓപ്ഷനുള്ള ആളുടെ പേരും ബി കൂട്ടിയായിരിക്കും, ബി. അപ്പോൾ ആരായിരിക്കും? നോക്കി, ബിഫോർ ബാബർ. അപ്പോൾ ആരാണ് ബാദ്ഷാ എന്നറിയപ്പെടുന്നത്? ബാബർ. അപ്പോൾ 3 പഠിച്ചു. ഒന്ന് അലാംഗീർ, കോൺഗർ ഓഫ് ദ വേൾഡ് പഠിച്ചു. കിങ് ഓഫ് ദ കോൺഗർ ഓഫ് ദ വേൾഡ് ആണ് അത് ഔറംഗസേബ് അല്ലേ. കിങ് ഓഫ് ദ വേൾഡ് ആരാണ്? അത് ഷാജഹാനാണ്. ആൻഡ് ബാദ്ഷാ എന്ന് വിളിക്കുന്ന ആരാണ്? അത് ബാബറിനെയാണ്, ബാബർ. നെക്സ്റ്റ്, അക്ബേഴ്സ് റവന്യൂ സിസ്റ്റം സബ്ത് വാസ് ഡെവലപ്ഡ് ബൈ ഡാഷ്. ഓക്കെ, അക്ബറിൻ്റെ റവന്യൂ സിസ്റ്റം ആണെന്ത്? സബ്ത് എന്ന് പറയുന്നത്. ആരാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്? അത് ഡെവലപ്പ് ചെയ്യുന്നത് തുടർമൽ ആട്ടോ, തുടർമൽ. ഓക്കെ, തുടർമൽ. ഓക്കെ, തുടർമലാണെന്ത്? ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ദ തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് ഫൗട്ട് ഇൻ ഡാഷ്. തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് ഏത് വർഷമാണ് നടന്നത് അല്ലേ? തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട്. ഓക്കെ, 1761. ഓക്കെ, സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് ആയിരുന്നു 1856. ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് ആയിരുന്നു 1526 എന്ന് പറയുന്നത്. ഓക്കെ, 1856 സെക്കൻഡ് ആൻഡ് ഫസ്റ്റ് എന്താണ്? 1526 ഏപ്രിൽ 21. ഓക്കെ, ഏപ്രിൽ 21. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് ഫൗണ്ടഡ് സിറ്റി ഓഫ് ജയ്പൂർ. സിറ്റി ഓഫ് ജയ്പൂർ കണ്ടുപിടിച്ചത് ആരാണ്? സിറ്റി ഓഫ് ജയ്പൂർ ആരാണ്? സവായ് ജയ്സിംഗ് ടു കേട്ടോ. ഈ പേര് തന്നെ ഉണ്ടല്ലോ, ചിലരുടെ പേര് നമ്മൾ നേരത്തെ ഉദയ് കണ്ടായിരുന്നു അല്ലേ. അപ്പോൾ എന്താണ്? ഉദയ്പൂർ സിറ്റി ഫൗണ്ട് ചെയ്തു. അവിടെ എന്താണ്? ജയ് എന്നൊരു ടൈം ഉണ്ടല്ലേ. അപ്പോൾ എന്താണ്? സവായ് ജയ്സിംഗ് ആണെന്ത്? ജയ്പൂർ സിറ്റി ഫൗണ്ട് ചെയ്തു. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർക്കിടെക്ചർ ഈസ് എ മെമ്മോറിയൽ ഓഫ് ഔറംഗസേബ് വൈഫ് ദിൽറാസ് ബാനു ബീഗം. അതായത് ഔറംഗസേബിൻ്റെ വൈഫിൻ്റെ മരണത്തോടനുബന്ധിച്ച് പണിത ഏത് മോണിമെൻ്റ് ആണ് അല്ലെങ്കിൽ ഏത് ആർക്കിടെക്ചറാണ്? ഏതാണ് അത്? ബീബി കാ മക്ബറ ആട്ടോ, ബീബി കാ മക്ബറ. ഓക്കെ, ദിൽറാസ് ബാനു ബീഗത്തിൻ്റെ പേരിൽ പണിതാണിത് ബീബി കാ മക്ബറ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഡെക്കാൻ താജ്മഹൽ അല്ലെങ്കിൽ മിനി താജ്മഹൽ എന്നൊക്കെ പറയും കേട്ടോ. ഓക്കെ, അതൊരു കോപ്പി ഡയറക്റ്റ് എന്താണ്? താജ്മഹൽ പോലെ തന്നെ എക്സാക്ട് കോപ്പിയാണെന്ത്? ബീബി കാ മക്ബറ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇരിക്കും. ഓക്കെ, ആരുടെ പേരിലാണ്? ദിൽറാസ് ബാനു ബീഗം. ആ പേര് നോട്ട് ചെയ്ത് നോക്കുക. അടുത്ത തവണ നേരെ തിരിച്ചു ചോദിക്കാം. അതായത് ബീബി കാ മക്ബറ പണിതിരിക്കുന്നത് ആരുടെ മെമ്മോറിയലിൻ്റെ പേരിലാണ് അല്ലെങ്കിൽ ആരുടെ മെമ്മോറിയലായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ചോദിക്കാം. ആരാണ്? അത് ഔറംഗസേബ് വൈഫാണ്. അടുത്ത, അബ്ദുൾ റസാഖ് ആൻഡ് എൻവോയ് ഫ്രം പേർഷ്യ കെയിം ടു വിജയനഗര ഡ്യൂറിംഗ് ദ റെയിൻ ഓഫ് ഹൂസ് റൂൾ. ഓക്കെ, അബ്ദുൾ റസാഖ് വന്നത് ആരുടെ റെയിൻ്റെ സമയത്താണ്? ഓക്കെ, അബ്ദുൾ റസാഖ്
came during whose reign? ഓക്കെ, അത് ദേവരായ ടൂവിൻ്റെ സമയത്ത് കേട്ടോ. ദേവരായ ടു എന്താണ്? അബ്ദുൾ റസാഖ് വന്നത്, അബ്ദുൾ റസാഖ്. നെക്സ്റ്റ്, ബാറ്റിൽ ഓഫ് കാൻവ വാസ് ഫൗട്ട് ബിറ്റ്വീൻ റാണ സംഗ ഡാഷ് അല്ലേ. നമ്മളൊരു ബാറ്റിൽസിൻ്റെ ഒരു ചെറിയ ടോപ്പിക് പഠിച്ചപ്പോഴേക്കും അതുമായിട്ട് ബന്ധപ്പെട്ട് എത്ര ചോദ്യം വരുന്നത്? ബാറ്റിൽ ഓഫ് കാൻവ വാസ് ഫൗട്ട് ബിറ്റ്വീൻ റാണ സംഗ ആൻഡ് ആരായിരുന്നു അല്ലേ? ബാബർ. ബാബറിൻ്റെ 4 വാർസ് നമ്മൾ പഠിച്ചല്ലേ, PKCG കേട്ടോ. ആ ഒരു 4 വാർസ് പഠിച്ചതിൻ്റെ ഓർഡറിലൊക്കെ എത്ര ചോദ്യങ്ങൾ വന്നു അല്ലേ? 1, 2, 3 പ്ലസ് എന്താണ് ചോദ്യങ്ങൾ ഇതുവരെ വന്നു അല്ലേ? അപ്പം റാണ സംഗ വേഴ്സസ് ബാബർ, ബാറ്റിൽ ഓഫ് കാൻവ 1527 അല്ലേ വർഷത്തിൽ. 1526 ഫസ്റ്റ്, രണ്ടാമത്തെ എന്താണ് 1527. അടുത്ത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് റൂളേഴ്സ് ടുക്ക് ദ ടൈറ്റിൽ ഓഫ് യവനരാജ സ്വപ്നാചാര്യ? ഓക്കെ, യവനരാജ സ്വപ്നാചാര്യ എന്നറിയപ്പെടുന്നത് ഏത് റൂളറാണ്? ഏത് റൂളറാണ് യവനരാജ സ്വപ്നാചാര്യ? നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു നമ്മുടെ തുളുവ ഡൈനസ്റ്റിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കൃഷ്ണദേവരായെ പറ്റി അല്ലേ. നമ്മൾ അഭിനവ ഭോജ അല്ലെങ്കിൽ ആന്ധ്ര ഭോജ, അഭിനവ പിതാമഹ എന്നൊക്കെ പറഞ്ഞാൽ അല്ലേ, അദ്ദേഹത്തിൻ്റെ പേര് തന്നെയാണെന്ത്? യവനരാജ സ്വപ്നാചാര്യ എന്ന് പറയുന്നത് കേട്ടോ, കൃഷ്ണദേവരായ. ഓക്കെ, കൃഷ്ണദേവരായയുടെ മറ്റു പേരാണിത് യവനരാജ സ്വപ്നാചാര്യ എന്നും പറയുന്നത്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് റൂളേഴ്സ് ഈസ് ക്രെഡിറ്റഡ് വിത്ത് ദ കൺസ്ട്രക്ഷൻ ഓഫ് പുരാന കില എറ്റ് ഡൽഹി? ഓക്കെ, പുരാന കില ഡൽഹി ആയിട്ട് ബന്ധപ്പെട്ട കൺസ്ട്രക്ഷൻ ബന്ധപ്പെട്ട ആരാണ്? അത് ഹുമയൂൺ ആൻഡ് ഷേർഷാ കേട്ടോ. ഹുമയൂൺ ആൻഡ് ഷേർഷാ ആണത് പുരാന കില ഡൽഹിയുടെ കൺസ്ട്രക്ഷനായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് കേട്ടോ, ഹുമയൂൺ ആൻഡ് ഷേർഷാ. നെക്സ്റ്റ്, ഹുമയൂൺസ് ടോംബ് സിറ്റുവേറ്റഡ് ഇൻ ഡൽഹി ഈസ് ബിൽറ്റ് ബൈ ഡാഷ്? ഹുമയൂണിൻ്റെ ടോംബ് ബിൽറ്റ് ചെയ്തിരിക്കുന്ന ആരാണ്? ഹുമയൂൺസ് ടോംബ്, ഹുമയൂൺസ് ടോംബ് ബേഗ ബീഗോ കേട്ടോ. ബേഗ ബീഗോ ആണത് ഹുമയൂൺസ് ടോംബ് പണിതിരിക്കുന്നത് കേട്ടോ, ബേഗ ബീഗോ. ഓക്കെ, ശിവാജി ദ ഫേമസ് മറാത്ത വാരിയർ ഫൗട്ട് അഗെയിൻസ്റ്റ് ഹു അമംഗ് ദ ഫോളോയിങ് മുഗൾ എംപയർ? ഓക്കെ, ശിവാജി ഫൗട്ട് ചെയ്ത ആരുമായിട്ടാണ്? ശിവാജി വേഴ്സസ് ഔറംഗസേബ് ആട്ടോ. ശിവാജി ഔറംഗസേബുമായിട്ടാണ് ഇത് ഫൈറ്റ് നടത്തി കേട്ടോ. ശിവാജി വേഴ്സസ് ഔറംഗസേബ്. ചോദിക്കാം, അടുത്ത തവണ തിരിച്ചു ചോദിക്കാം. ഔറംഗസേബ് താഴെ കാണുന്നതിൽ ഏത് റൂളേഴ്സുമായിട്ടാണ്, ഏത് മറാത്ത റൂളറുമായിട്ടാണ് എന്ത് വാർ നടത്തിയതാണ്? അത് ശിവാജി. ഓക്കെ, ശിവാജി ആയിരിക്കും എന്ത് ഉത്തരവായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും തിരിച്ചു മറിച്ചുള്ള ചോദ്യങ്ങൾ നിങ്ങൾ അനലൈസ് ചെയ്ത് പഠിക്കുക. നെക്സ്റ്റ്, ഇൻ വിച്ച് ഇയർ വാസ് കാശ്മീർ അനക്സ് ടു ദ മുഗൾ എംപയർ ബൈ അക്ബർ? ഓക്കെ, കാശ്മീർ ഏത് വർഷമാണ് മുഗൾ എംപയർ അക്ബർ അനക്സ് ചെയ്തത്? ഏതാണ്? 1586 കേട്ടോ. 1586 അദ്ദേഹം അനക്സ് ചെയ്തത്. നെക്സ്റ്റ്, റാണ പ്രതാപ് സിംഗ് ഫൗട്ട് അഗെയിൻസ്റ്റ് ദ മുഗൾസ് അറ്റ് ഡാഷ് ഇൻ 1576. നമ്മൾ 1576 നേരത്തെ ഒന്ന് പഠിച്ചായിരുന്നു അല്ലേ. നമ്മൾ ഒരു ഓപ്ഷൻസ് പഠിച്ചപ്പോഴേക്കും അതിനകത്ത് നമ്മൾ ഓൾറെഡി പഠിച്ചായിരുന്നു. ഏതായിരുന്നു? ബാറ്റിൽ ഓഫ് ഖൽദിഘട്ടി. ഓക്കെ, ബാറ്റിൽ ഓഫ് ഖൽദിഘട്ടി ആരാണ്? റാണ പ്രതാപ് സിംഗ് വേഴ്സസ് അക്ബർ. ഓക്കെ, ബാറ്റിൽ ഓഫ് ഖൽദിഘട്ടി. ബാറ്റിൽ ഓഫ് ബിൽഗ്രാം ഏതാണ്? ബാറ്റിൽ ഓഫ് ബിൽഗ്രാം കനൗജ് ആൻഡ് ബാറ്റിൽ ഓഫ് ബിൽഗ്രാം സെയിം ആണല്ലേ. 1540 ചൗസ് എത്രയാണ്? 1539. ഓക്കെ, ഹുമയൂൺ വേഴ്സസ് ഷേർഷാ. അടുത്ത്, വേർ വാസ് ബാബർ ബരിഡ് ഫോർ ഫസ്റ്റ് ടൈം ഇൻ 1530 അല്ലേ. നമ്മൾ നേരത്തെ ബാബറിൻ്റെ നമ്മൾ KD സ്ലാഡ് കോഡൊക്കെ പഠിച്ചായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഡബിൾ ബറിയൽ അല്ലേ. ഡബിൾ ബറിയലുള്ള ഒരേ ഒരു വ്യക്തിയാണെന്ത്? ബാബർ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം അദ്ദേഹത്തിന് എവിടെയാണ് അടക്കിയത്? ആദ്യം അദ്ദേഹത്തിനെ ആഗ്രയിലാണ് അടക്കിയിരുന്നത്. രണ്ടാമതാണെന്ത്? രണ്ടാമത് അദ്ദേഹത്തിനെ കാബൂളിലേക്ക് മാറ്റി. അപ്പോൾ ഡബിൾ ബറിയലുള്ള വ്യക്തി ആരാണ്? അത് ബാബറാണ്. ആദ്യം അടക്കിയത് ആഗ്രയിലാണ്. 1530 അദ്ദേഹം മരിച്ചത് കേട്ടോ. അവിടെ ഉണ്ട്, 1530 അദ്ദേഹം മരിച്ചത്. Which of the following is a work statecraft written by കൃഷ്ണദേവരായ? ഓക്കെ, വർക്ക് സ്റ്റേറ്റ്ക്രാഫ്റ്റ് റിട്ടൺ ബൈ. ഓക്കെ, ഏതാണ്? ഈ ജംബാവതി കല്യാണവും ഓക്കെ അമുക്തമാല്യൊക്കെ എന്താണ് അദ്ദേഹത്തിൻ്റെ പീരീഡിലുള്ളതാണ്. പക്ഷേ അമുക്തമാലയുടെയാണെന്ത്? സ്റ്റേറ്റ് ക്രാഫ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, സ്റ്റേറ്റ് ക്രാഫ്റ്റ്. ഓക്കെ, അത് നോട്ട് ചെയ്യുക. സ്റ്റേറ്റ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ അമുക്തമാലയുടെയാണ്, കൃഷ്ണദേവരായ. നമ്മുടെ യവനരാജ സ്വപ്നാചാര്യ എന്നൊക്കെ വിളിക്കുന്ന തുളുവ ഡൈനാസ്റ്റിയുടെ റൂളർ. ഹു റോട്ട് ഹുമയൂൺ നാമ? ആരാണ് ഹുമയൂൺ നാമ? ഗുൽബാഡൻ ബീഗം. അന്നത്തെ സിസ്റ്ററായ ഗുൽബാഡൻ ബീഗം ആണെന്ത്? ഹുമയൂൺ നാമ എഴുതി കേട്ടോ. ഗുൽബാഡൻ ബീഗം റോട്ട് ഹുമയൂൺ നാമ. ഓക്കെ, ഗുൽബാഡൻ ബീഗം. ക്യാപിറ്റൽ ഓഫ് വിജയനഗര എംപയർ? ഓക്കെ, എവിടെയാണ് വിജയനഗര എംപയർ? ഏത് സ്റ്റേറ്റിലാണ്? കർണാടക അല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഹംപി. ഓക്കെ, ഹംപിയിലാണെന്ത് വിജയനഗര എംപയറിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അല്ലേ, ഹംപി. നെക്സ്റ്റ്, ഹു ഫൗണ്ടഡ് തുളുവ ഡൈനാസ്റ്റിയിൽ? നമ്മൾ തുടക്കത്തിൽ പഠിച്ചു തുളുവ ഡൈനാസ്റ്റി ഫൗണ്ട് ചെയ്ത് ആരാണ്? നമ്മൾ ഓൾറെഡി പഠിച്ചായിരുന്നു. സംഗമാസ്, സാലുവാസ്, തുളുവാസ്, അരവഡീസ് ഉണ്ട്. അപ്പോൾ തുളുവ ഡൈനാസ്റ്റി ഫൗണ്ട് ചെയ്ത് ആരാണ്? ഓക്കെ, തുളുവ ഡൈനാസ്റ്റി ആരാണ്? തുളുവ ഡൈനാസ്റ്റി ഫൗണ്ടഡ് ബൈ വീര നരസിംഹ. ഓക്കെ, വീര നരസിംഹയാണത് തുളുവ ഡൈനാസ്റ്റി ഫൗണ്ട് ചെയ്ത്. അതിനകത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണത് നമ്മുടെ കൃഷ്ണദേവരായ എന്ന് പറയുന്നത് കേട്ടോ.
വിച്ച് ഓഫ് ദ റൂളിംഗ് ഡൈനാസ്റ്റി ഇൻ വിജയനഗർ അറ്റ് ദ ടൈം ഓഫ് ബാറ്റിൽ ഓഫ് തളിക്കോട്ട. ബാറ്റിൽ ഓഫ് തളിക്കോട്ട നടക്കുന്ന സമയത്ത്, അതായത് 1565 ബാറ്റിൽ ഓഫ് തളിക്കോട്ട നടക്കുന്ന സമയത്ത് 1565 1565 ബാറ്റിൽ ഓഫ് തളിക്കോട്ട നടക്കുന്ന സമയത്ത് ഏത് ഡൈനാസ്റ്റി ആയിരുന്നു? ഏതായിരുന്നു അത്? തുളുവ ഡൈനാസ്റ്റി ആട്ടോ. തുളുവ ഡൈനാസ്റ്റി ആയിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നു. ഓക്കെ, തുളുവ ഡൈനാസ്റ്റി. നെക്സ്റ്റ്, ബഹ്മാനി കിങ്ഡം വാസ് ഫൗണ്ടഡ് ബൈ അലാദീൻ ഹസൻ ബഹ്മാൻ ഷാ ഇൻ ഡാഷ്. ഏത് വർഷമാണത്? ബഹ്മാനി കിങ്ഡം അദ്ദേഹം ഫൗണ്ട് ചെയ്ത് ഏത് വർഷമാണ്? 1347 കേട്ടോ. 1347 അലാദീൻ ഹസൻ ബഹ്മാനി കിങ്ഡം കണ്ടുപിടിച്ചത്. അപ്പോൾ അടുത്തോണ്ട് ചോദിക്കാം, നേരെ തിരിച്ച് ബഹ്മാനി കിങ്ഡം ഫൗണ്ട് ചെയ്ത് ആരാണ്? ഓക്കെ, അലാദീൻ ഹസനാണ് ബഹ്മാനി കിങ്ഡം ഫൗണ്ട് ചെയ്തിരിക്കുന്നത്. ഇൻ വിച്ച് സ്റ്റേറ്റ് ഈസ് ഗോൾ ഗുംബാസ് ലൊക്കേറ്റഡ്? എവിടെ സ്റ്റേറ്റിൽ ഗോൾ ഗുംബാസ് ലൊക്കേറ്റ് ചെയ്യുന്നത്? കർണാടകയിലാട്ടോ. ഓക്കെ, കർണാടകയിൽ ബിജാപൂർ എന്ന സ്ഥലത്താണ്, കർണാടകയിലെ ബിജാപൂർ സ്ഥലത്താണ് ഗോൾ ഗുംബാസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. വാട്ട് വാസ് ദ ഫസ്റ്റ് നെയിം ഓഫ് മുഗൾ എംപയർ ബാബർ? ബാബറിന്റെ ആദ്യത്തെ പേരെന്തായിരുന്നു? ഓക്കെ, ബാബറിന്റെ ആദ്യത്തെ പേര് സഹ്റുദ്ദീൻ ആയിരുന്നു. അല്ലേ, സഹ്റുദ്ദീൻ മുഹമ്മദ് ആയിരുന്നു. സഹ്റുദ്ദീൻ മുഹമ്മദ്. അപ്പോൾ ഇതാണ് സഹ്റുദ്ദീൻ. ഓക്കെ, സഹ്റുദ്ദീൻ മുഹമ്മദ് ആണത് ബാബറിന്റെ ആദ്യത്തെ പേരെന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ഗ്രാൻഡ് ട്രങ്ക് റോഡ് വാസ് ബിൽറ്റ് ബൈ ഡാഷ്. നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു അല്ലേ, ഗ്രാൻഡ് ട്രങ്ക് റോഡ് ആരാണ് ബിൽറ്റ് ചെയ്തത്? ആരാണ്? ഷേർ ഷാ സൂരി കേട്ടോ. ഷേർ ഷാ സൂരി. ഓക്കെ, ഷേർ ഷാ സൂരി ബിൽഡ് ഗ്രാൻഡ് ട്രങ്ക് റോഡ്. എവിടെ നിന്ന് തൊട്ടാണ്? കൽക്കട്ട മുതൽ പേശ്വാർ മുതൽ കേട്ടോ. കൽക്കട്ട ടു പേശ്വാർ. മേ ബി എന്താണ് റൂട്ടൊക്കെ ചോദിക്കാം. കൽക്കട്ട മുതൽ പേശ്വാർ വരെ ഗ്രാൻഡ് ട്രങ്ക് റോഡ് ബിൽറ്റ് ചെയ്ത ആരാണ്? അത് ഷേർ ഷാ സൂരിയാണ്. ഷേർ ഷാ സൂരി. ഷാർ-ഇ-മന്ദൽ ലൈബ്രറി വാസ് ബിൽറ്റ് ബൈ ഹൂം? ഓക്കെ, ഷാർ-ഇ-മന്ദൽ ലൈബ്രറി ആരാണ് ബിൽഡ് ചെയ്തത്? ആരാണ് ബിൽറ്റ് ചെയ്തത്? ബിൽറ്റ് ബൈ അത് ആരാണ്? അതും ഷേർ ഷാ സൂരി ആട്ടോ. ഷേർ ഷാ സൂരിയാണത് ഷാർ-ഇ-മന്ദൽ ലൈബ്രറി ബിൽറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ടാൻസെറ്റ് ദ കോർട്ട് മ്യൂസിഷ്യൻ ഓഫ് അക്ബർ വാസ് ഗിവൺ ദ ടൈറ്റിൽ ഡാഷ്. ഓക്കെ, അതായത് അക്ബറിന്റെ കോർട്ടിലെ കോർട്ട് മ്യൂസിഷ്യനായ, അത് മാത്രമല്ല കൾച്ചറൽ മിനിസ്റ്റർ കൂടിയായിരുന്നു കേട്ടോ. ഓക്കെ, ടാൻസൻ കൾച്ചറൽ മിനിസ്റ്റർ കൂടിയായിരുന്നു. കൾച്ചറൽ മിനിസ്റ്റർ. ഓക്കെ, അദ്ദേഹത്തിന് കൊടുത്തിരുന്ന ടൈറ്റിൽ ഏതാണ്? മിയാൻ എന്ന് വിളിക്കും. ഓക്കെ, മിയാൻ എന്ന് പറഞ്ഞ ടൈറ്റിൽ എന്താണ് അദ്ദേഹത്തിന് കൊടുത്തിരുന്നു കേട്ടോ. അപ്പോൾ ഏത് കോർട്ടിലെ? ടാൻസൻ ആരുടെ കോർട്ടിലാണ്? ടാൻസൻ അക്ബറിന്റെ കോർട്ടിലാണ്. അദ്ദേഹത്തിന്റെ കൾച്ചറൽ മിനിസ്റ്റർ ആണ്. അതുപോലെ എന്താണ്? മിയാൻ എന്നും വിളിക്കും. വിച്ച് മോണുമെന്റ് ഈസ് നോൺ ആസ് ഡ്രീം ഇൻ സ്റ്റോൺസ്? ഓക്കെ, ഡ്രീം ഇൻ സ്റ്റോൺസ് അറിയപ്പെടുന്നത് ഏത് മോണുമെന്റ് ആണ്? ഓക്കെ, ഡ്രീം ഇൻ സ്റ്റോൺസ് അറിയപ്പെടുന്നത് പഞ്ച്മഹൽ ആട്ടോ. പഞ്ച്മഹൽ. ഇനി ഡ്രീം ഇൻ മാർബിൾ അറിയപ്പെടുന്നത് എന്താണ്? ഡ്രീം ഇൻ മാർബിൾ. അത് നമ്മുടെ താജ്മഹൽ ആണ്. ഓക്കെ, താജ്മഹൽ. ഡ്രീം ഇൻ മാർബിൾ എന്നറിയപ്പെടുന്നത് താജ്മഹൽ ആണ്. അതുപോലെ ഡ്രീം ഇൻ സ്റ്റോൺസ് അറിയപ്പെടുന്നതാണ് അത് പഞ്ച്മഹൽ ആട്ടോ. പഞ്ച്മഹൽ. The new religion proposed by Akbar is known as dash. Okay, അക്ബർ പ്രപ്പോസ് ചെയ്ത ന്യൂ റിലീജിയൻ്റെ പേരെന്താണ്? ഏതാണ് അത്? ദിൻ ഇൽ ഇലാഹി കേട്ടോ. ദിൻ ഇലാഹി. ബീർബൽ എന്താണ്? ബീർബൽ ഇതിൻ്റെ ഒരു ഫോളോവർ ആയിരുന്നു കേട്ടോ. ബീർബൽ ഈ ദിൻ ഇലാഹിയുടെ റിലീജിയൻ്റെ ഒരു ഫോളോവർ ആയിരുന്നു. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദ്യം കേട്ടോ. ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ട്രാവലേഴ്സ് ഡിസ്ക്രൈബ് ഫാമിൻ ഡ്യൂറിങ് ഷാജഹാൻസ് റെയിൻ? ഓക്കെ, നമുക്ക് നോക്കാം. ഷാജഹാൻ്റെ റെയിൻ സമയത്ത് ഫാമിൻ ഡിസ്ക്രൈബ് ചെയ്ത് ആരാണ്? ഓക്കെ, നിക്കോളോ മനുജി, പീറ്റർ മുണ്ടി, ബേർണിയർ എന്നാണ്. ബേർണിയർ ആൻഡ് ട്രാവർണിയർ. ഓക്കെ, ഇവർ 4 പേരും എന്താണ്? ഇവർ 4 പേരും എന്താണ്? ഷാജഹാൻ്റെ റെയിൻ്റെ സമയത്ത് എന്താണ് ഇവിടെ വിസിറ്റ് ചെയ്യുള്ളവരാണ്. പക്ഷേ ഫാമിനെ കുറിച്ച് പറയുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, അതാരാണ്? അത് പീറ്റർ മുണ്ടി ആട്ടോ. പീറ്റർ മുണ്ടി. അപ്പോൾ ഈ 4 ഓപ്ഷൻ ഇടാൻ കാരണം ഇനി എന്താണ്? ഇനി നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഈ 4 ഒരുമിച്ച് പഠിക്കുക. കാരണം എന്താണ്? ഈ 4 പേരും എന്താണ്? ഷാജഹാൻ്റെ സമയത്ത് വിസിറ്റ് ചെയ്തവരാണ്. നെക്സ്റ്റ് എന്താണ്? അടുത്ത ചോദ്യം ചോദിക്കാം. ഈ കൊടുത്തിരിക്കുന്നതിൽ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഷാജഹാൻ്റെ റൂളിൻ്റെ സമയത്ത് വിസിറ്റ് ചെയ്ത് ആരാന്ന് ചോദിക്കാം. അപ്പോൾ മേ ബി എന്താണ്? ഈ 4 ഓപ്ഷനിൽ ഓരോ ഓപ്ഷനേ കാണുള്ളൂ. അപ്പോൾ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. നെക്സ്റ്റ്, ഹു വാസ് കോൾഡ് ഇംഗ്ലീഷ് മാൻ ബൈ ജഹാംഗീർ? ഓക്കെ, ജഹാംഗീർ ഇംഗ്ലീഷ് മാൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? അത് വില്യം ഹോക്കിൻസിനെ കേട്ടോ. വില്യം ഹോക്കിൻസിനാണ് ഇത് ഇംഗ്ലീഷ് മാൻ എന്ന് ജഹാംഗീർ വിശേഷിപ്പിച്ചത്. നെക്സ്റ്റ് വൺ, ഹു അമോങ് ദ ഫോളോയിങ് വാസ് കിൽഡ് ബൈ ഛത്രപതി ശിവജി ഇൻ ബാറ്റിൽ ഓഫ് പ്രതാപ്ഗാർ? ഓക്കെ, ബാറ്റിൽ ഓഫ് പ്രതാപ്ഗാർ 1659. ഓക്കെ, 1659 ബാറ്റിൽ ഓഫ് പ്രതാപ്ഗാറിൽ ആരാണ് ശിവാജി ആരെയാകുന്നത്? അത് അഫ്സൽ ഖാനെ ആട്ടോ. അഫ്സൽ ഖാനെ കൊലപ്പെടുത്തി. ഓക്കെ, ബാറ്റിൽ ഓഫ്. ഇപ്പോൾ ഒരുപാട് ബാറ്റിൽസ് പഠിച്ചാൽ ഈ വർഷങ്ങളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. നോട്ട് ചെയ്ത് നോക്കാം കേട്ടോ.
ഫ്രഞ്ച് ട്രാവലർ ബേർണിയർ വിസിറ്റഡ് ദ കോർട്ട് ഓഫ് ഡാഷ് അല്ലേ, നമ്മൾ നേരത്തെ 4 ഓപ്ഷൻ പഠിച്ചായിരുന്നു അല്ലേ. ബേർണിയർ പഠിച്ചു, പീറ്റർ മുണ്ടി പഠിച്ചു. അതൊക്കെ പഠിച്ചതിൻ്റെ ഗുണം എന്താണ്? കാരണം നമുക്ക് ആ 4 പേരും ഓൾറെഡി അറിയാം ഷാജഹാൻ്റെ കോർട്ടിൽ വിസിറ്റ് ചെയ്ത ആളാണ്. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ നോക്കി, വിസിറ്റഡ്, ബേർണിയർ വിസിറ്റഡ്. ആരുടെ കോർട്ടാണ്? ബേർണിയർ വിസിറ്റഡ് ഷാജഹാൻ അല്ലേ. ഷാജഹാൻ്റെ കോർട്ടിലാണ് ഇത് ഫ്രഞ്ച് ട്രാവലറായ ബേർണിയർ വിസിറ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ്, ബുലാൻ ദർവാസ വാസ് ബിൽഡ് ടു കമമറേറ്റ് ദ വിക്ടറി ഓവർ ഡാഷ്. ഓക്കെ, ബുലാൻ ദർവാസ അക്ബർ, ഓക്കെ, അക്ബർ ബിൽഡ് ചെയ്തത് എന്തിൻ്റെ വിക്ടറി ആണ്? വിക്ടറി ഓവർ ഗുജറാത്ത് ആട്ടോ. വിക്ടറി ഓവർ ഗുജറാത്ത് 1572 ബാറ്റിൽ പ്രകാരം അദ്ദേഹം ഗുജറാത്ത് വോൺ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ബിൽഡ് ചെയ്ത ആണത് ബുലാൻ ദർവാസ എന്ന് പറയുന്നത്. ബുലാൻ ദർവാസ വിക്ടറി ഓഫ് ഗുജറാത്ത് ആട്ടോ. വിക്ടറി ഓവർ ഗുജറാത്ത്. ഓക്കെ. വിച്ച് മുഗൾ എംപയർ ട്രാൻസ്ഫർ ദ ക്യാപിറ്റൽ ഓഫ് മുഗൾ എംപയർ ഫ്രം ആഗ്ര ടു ഡൽഹി. ഓക്കെ, ആഗ്രയിൽ നിന്നും ഡൽഹിയിലേക്ക് ക്യാപിറ്റൽ ഷിഫ്റ്റ് ചെയ്ത് ആരാണ്? ഓക്കെ, ആരാണ് അത്? ഷാജഹാൻ ആട്ടോ. ഷാജഹാൻ ഷിഫ്റ്റഡ് ക്യാപിറ്റൽ എംപയർ ആഗ്ര ടു ഡൽഹി. ഓക്കെ, ഷാജഹാൻ എന്താണ് ക്യാപിറ്റൽ ഷിഫ്റ്റ് ചെയ്തു. നെക്സ്റ്റ്, ദ പേർഷ്യൻ ട്രാൻസ്ലേഷൻ ഓഫ് മഹാഭാരത ഡൺ ഇൻ മുഗൾ പീരീഡ് ഇസ് നോൺ ആസ് ഡാഷ്. ഓക്കെ, പേർഷ്യൻ ട്രാൻസ്ലേഷൻ. ഓപ്ഷൻസ് നോക്കി വായിക്കുക. പെട്ടെന്ന് കാണുമ്പോഴേക്ക് എന്താണ് നിങ്ങൾക്ക് കണ്ടാണ് റസ്മന എന്നുള്ള ഓപ്ഷൻ ഉണ്ടല്ലേ. റഹ്ള എന്നാണ്, റഹ്ളയല്ല. ഓക്കെ, റഹ്ളയല്ല, ഹിന്ദനാമയല്ല, റസ്മനാമ ആട്ടോ. റസ്മനാമ. ഓക്കെ, റസ്മാനയല്ല, റസ്മനാമ എന്നാണ്. റസ്മനാമ. ഓക്കെ, മഹാഭാരത ട്രാൻസ്ലേഷൻ പേരാണ് റസ്മനാമ എന്ന് പറയുന്നത് കേട്ടോ. റസ്മനാമ. നെക്സ്റ്റ്, ഹു ട്രാൻസ്ലേറ്റഡ് രാമായണം ഇൻ ടു പേർഷ്യൻ. രാമായണം പേർഷ്യയിലേക്ക് മാറ്റിയതാരാണ്? രാമായണം പേർഷ്യയിലേക്ക് മാറ്റിയത് നമ്മുടെ ബഡൗണി ആട്ടോ. ബഡൗണി. ഓക്കെ, ബഡൗണി ട്രാൻസ്ലേറ്റഡ് രാമായണം ഇൻ ടു പേർഷ്യൻ. ഓക്കെ, ഏകദേശം 4 വർഷം എടുത്തത് അദ്ദേഹത്തിന് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ബഡൗണിയും പഠിക്കുക, അതുപോലെ കുറച്ച് മുമ്പേ റസ്മനാമ അല്ലേ, റസ്മനാമ നോട്ട് ചെയ്യുക. ഇനി അതുപോലെ തന്നെ റസ്മനാമയുടെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് അബുൾ ഫസൽ ആട്ടോ. അബുൾ ഫസൽ. ഇനി വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ലാസ്റ്റ് സിഖ് ഗുരു. ഓക്കെ, ലാസ്റ്റ് സിഖ് ഗുരു. ഈ സിഖ് ഗുരുസിൻ്റെ കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. ഓക്കെ, അതായത് എത്രാമത്തെയാണ്, ആരൊക്കെ എന്നൊക്കെ. ഈ ഗുരു നാനക്കാണിത് ഫസ്റ്റ് സിഖ് ഗുരു അറിയപ്പെടുന്നത് കേട്ടോ. ഗുരു നാനക്ക്. അർജുൻ ദേവാനന്ദ് 5th സിഖ് ഗുരു അറിയപ്പെടുന്നത്. ഹർ ഗോവിന്ദ് ആനന്ദ് 6th സിഖ് ഗുരു അറിയപ്പെടുന്നത്. ഇനി ഗുരു ഗോവിന്ദ് സിംഗ് ആനന്ദ് 10th അല്ലെങ്കിൽ ലാസ്റ്റ് സിഖ് ഗുരു അറിയപ്പെടുന്നത് കേട്ടോ. ഫോർമേഷൻ ഓഫ് ഖൽസാ പാന്ത് ഒക്കെ എന്താണ്? ഈ 10th സിഖ് ഗുരു ആണ്. ഓക്കെ, ഫോർമേഷൻ ഓഫ് ഖൽസാ പാന്ത്. ഓക്കെ, അവരുടെ ഗ്രൂപ്പ് പറഞ്ഞ പേരാണിത് ഖൽസാ പാന്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഫോർമേഷൻ ഓഫ് ഖൽസാ പാന്ത് ഏത് പീരീഡിലാണെന്ന് ചോദിക്കാം. അത് 10th ഗുരുവായ ഗുരു ഗോവിന്ദ് സിംഗിൻ്റെ പീരീഡിലാണ്. നെക്സ്റ്റ്, ഇൻ വിച്ച് സെഞ്ചുറി ഭക്തി മൂവ്മെൻറ്റ് ബിഗാൻ. ഓക്കെ, ഭക്തി മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യപ്പെട്ടത് ഏത് സെഞ്ചുറിയിലാണ്? ഓക്കെ, അത് 7th സെഞ്ചുറി കേട്ടോ. 7th സെഞ്ചുറി. ഓക്കെ, 7th സെഞ്ചുറിയാണിത് ഭക്തി മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യപ്പെട്ടത്. 7th സെഞ്ചുറി. നെക്സ്റ്റ്, വിച്ച് വാസ് ദ ക്യാപിറ്റൽ ഓഫ് ബഹ്മാനി കിങ്സ്. ഓക്കെ, നമ്മൾ നേരത്തെ ഫൗണ്ട് ചെയ്താരെന്ന് പഠിച്ചായിരുന്നു അല്ലേ, അലാവുദ്ദീൻ ഹസൻ എന്ന് പഠിച്ചായിരുന്നു അല്ലേ. അതുപോലെ ഇതിൻ്റെ ക്യാപിറ്റൽ എവിടെയാണ്? ക്യാപിറ്റൽ ഗുൽബാർഗ കേട്ടോ. ക്യാപിറ്റൽ ഈസ് അറ്റ് ഗുൽബാർഗ. ഓക്കെ, ഗുൽബാർഗിലാണ് ഇതിൻ്റെ ക്യാപിറ്റൽ. ഓക്കെ, ഷേർഷാ സുരി ബരഡ് ഇൻ ഡാഷ് അല്ലേ. നമ്മൾ നേരത്തെ ഒന്ന് പഠിച്ചാൽ ഷേർഷാ സുരി എവിടെ ബറി ചെയ്തു. പക്ഷേ അവിടെ എന്താണ്? അവിടെ സ്റ്റേറ്റ് ആണ് കൊടുത്തത്. സ്റ്റേറ്റ് ഇവിടെ നോക്കി, ഇവിടെ സ്ഥലം കൊടുത്തത്, സ്ഥലം. ഓക്കെ, ഷേർഷാ സുരി ബറിഡ് ഇൻ എവിടെയാണ്? സസാരം അല്ലേ, ബീഹാറിലെ സസാരം. ഓക്കെ, ബീഹാറിലെ സസാരത്താണിത് ഷേർഷാ സുരിനെ ബറി ചെയ്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്, ലാസ്റ്റ് റൂളർ ഓഫ് വിജയനഗര. വിജയനഗര എംപയറിൻ്റെ ലാസ്റ്റ് റൂളർ ആരാണ്? രാമരായ, ഹരിഹര, നരസിംഹ, കൃഷ്ണദേവരായ. ഓക്കെ, ഒരു ഓപ്ഷൻ വെട്ടിക്കോ. ഇവിടെ ശ്രീരംഗ 3 എന്ന് എഴുതിക്കോ കേട്ടോ. കറക്റ്റ് ഓപ്ഷൻ ശ്രീരംഗ 3 ആട്ടോ. മിസ്റ്റേക്ക് എന്നാൽ ശ്രീരംഗ 3 ആണെന്ത് ലാസ്റ്റ് റൂളർ ഓഫ് വിജയനഗര എന്ന് പറയുന്നത് കേട്ടോ. ലാസ്റ്റ് റൂളർ ഓഫ് വിജയനഗര ശ്രീരംഗ 3. ഓക്കെ, നെക്സ്റ്റ്, ഹു ബിൽഡ് ഗോൾക്കൊണ്ട ഫോർട്ട്. ഓക്കെ, ഗോൾക്കൊണ്ട ഫോർട്ട് ബിൽഡ് ചെയ്ത് ആരാണ്? കുലി കുത്തുബ് ഷാ. ഓക്കെ, കുലി കുത്തുബ് ഷാ ആണ് ഗോൾക്കൊണ്ട ഫോർട്ട് ബിൽഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. കുലി കുത്തുബ് ഷാ. ഓക്കെ, ഇത് കാണുന്നത് ചാർമിനാർ അല്ലെങ്കിൽ ഹൈദരാബാദ് സിറ്റിയൊക്കെ ആരാണ്? അത് നമ്മുടെ കുലി കുത്തുബ് ഷാ ആണ്. കുലി കുത്തുബ് ഷാ. നെക്സ്റ്റ്, ഹു റോട്ട് അക്ബർനാമ. അക്ബർനാമ എഴുതിയതാരാണ്? അക്ബർനാമ എഴുതിയത് അബുൾ ഫസൽ ആട്ടോ. അബുൾ ഫസൽ. എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട് ഇതിന്? 3 ചാപ്റ്റേഴ്സാണ് ഉള്ളത്. 3 ചാപ്റ്റേഴ്സ്. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ അക്ബറിൻ്റെ ആൻസസ്റ്റേഴ്സിനെ കുറിച്ചാണല്ലോ. ആൻസസ്റ്റേഴ്സ്. ഓക്കെ, രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ റൂളിനെ കുറിച്ച്, മൂന്നാമത്തെ അദ്ദേഹത്തിൻ്റെ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച്. ഓക്കെ, അഡ്മിനിസ്ട്രേഷനെ കുറിച്ചാണിത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അബുൾ ഫസലാണിത് അക്ബർനാമ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ മീഡിയൽ ഇന്ത്യയുടെ എന്താണ് കംപ്ലീറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സെഷനിൽ കാണാം. ഓക്കെ, താങ്ക് യു.